ഇനി ആകെ നമുക്ക് എത്ര ദിവസമാണുള്ളത്? 50 ഇന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിച്ചിട്ടില്ലല്ലോ. നമുക്ക് ഇനി ഒരു എത്ര 12 മണിയാവുന്നവരെ ടൈം ഉണ്ട്. 57 ഡേയ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 56 ഡേയ്സ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം 56 ഡേയ്സ് ഉണ്ട്. മേ ബി ഒരു 1-2 ദിവസം ചിലപ്പം കൂട്ടി കിട്ടിയെന്ന് വരാം. പക്ഷെ നമ്മൾ എപ്പോഴും ഡിസംബർ 31-നുള്ളിൽ നമ്മുടെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു 2 ദിവസം ഒരു എന്താ പറയാ റിലാക്സിങ് മോഡിലോട്ട് പോവേണ്ടതാണ്. ഓക്കെ, അല്ലാതെ ആ ഒരു എക്സാം ഹാളിൽ കയറുന്നത് വരെ ഇരുന്ന് പഠിക്കുക അങ്ങനെ ഒരു ഇതിൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഹാൾ മാനേജ്മെന്റ് ഓക്കെ ആവൂല. നമ്മളിതിൽ ഒരുപാട് പഠിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് എങ്ങനെ പഠിച്ചത് അപ്ലൈ ചെയ്യലും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പല കുട്ടികളും നേരിടുന്ന ഒരു ഇഷ്യൂ അതാണ്, മെയിൻ പ്രശ്നം അതാണ്. അവർ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ഈ ഒരു എക്സാം ഹാൾ മാനേജ്മെന്റ് ഇല്ലാത്തത് കാരണമായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് റിസൾട്ട് കുറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ന് 57 എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ 56 ആയിട്ടുണ്ട്. ഓക്കെ, 56 ദിവസമാണ് ഇനി. ഫുള്ളി നോക്കുകയാണെങ്കിൽ ഫുൾ ഡേയ്സ് ആയിട്ടുള്ളത് നമുക്കിനി ഒരു 56 ഡേയ്സ് ആണുള്ളത്. പറഞ്ഞു നമ്മള് ഇനി അങ്ങോട്ട് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യണം. ഓക്കെ, അതായത് ഇനി എല്ലാം ചവറ് പോലെ പഠിച്ച് വാരി വലിച്ച് പഠിക്കാനുള്ള ഒരു ടൈം നമുക്കില്ല. ഇനി എന്ത് ചെയ്യണം, നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് PYQ ഓറിയന്റഡ് ആയിട്ട് ഉള്ള സ്റ്റഡീസ് വേണം നമ്മൾ നടത്താനായിട്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠിക്കുന്നത് ഓരോ ദിവസം പഠിക്കുന്നത് അന്നന്ന് തന്നെ റിവൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ഡേ തന്നെ റിവൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസംബർ ടേം പ്രിപ്പറേഷൻസിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് പറയൂ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങളുടെ ഓൺ പ്രിപ്പറേഷൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ എനിക്ക് ഈ ഡിസംബർ ടേമിൽ JRF കിട്ടും അല്ലെങ്കിൽ നെറ്റ് കിട്ടും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ന്യൂട്രൽ ആണ്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് അടിപൊളി ആക്കണ്ടേ? നമുക്ക് ഈ ഡിസംബറിൽ തന്നെ JRF അടിക്കണ്ടേ? നിങ്ങൾക്ക് ആ ഒരു എന്താ പറയാ ഇന്റൻഷൻ ഉണ്ടോ? അതായത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഡിസംബറിൽ തന്നെ JRF ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ടേമിലായാലും മതി എന്നാണോ? ഓക്കെ, ജുമാനക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് യെസ്, സബിതക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ? ഇനി അടുത്ത ടേമിൽ എന്തൊക്കെയാണ് NTA പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവമൊക്കെ മാറി മാറി വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പേപ്പർ 1 കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. വിച്ച് മീൻസ് അതൊരു സിലബസ് ചേഞ്ച് ഇങ്ങനെ പതിയെ പതിയെ നമ്മളതിനെ യൂസ്ഡ് ആക്കി കൊണ്ടുവരികയാണ് അവര്. ഓക്കെ, ഇപ്പം പേപ്പർ 2-ലും നമുക്ക് ചെറിയ തോതിൽ എന്താണ് ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവങ്ങളിൽ, അതായത് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കുറച്ച് ടേംസ്, മോഡൽസ്, കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ, സംഭവം ഇപ്പൊ ലീഡർഷിപ്പ് തന്നെ ആയിരിക്കും. പക്ഷെ അതായത് നമ്മുടെ ബിസിനസ് മാനേജ്മെന്റ് HRM-ലെ ഒരു ടോപ്പിക്കാണ് ലീഡർഷിപ്പ് എന്നുള്ളത്. ലീഡർഷിപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു ലീഡർഷിപ്പിന്റെ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കുക. അപ്പം അങ്ങനെ നമ്മളതിനെ പതിയെ പതിയെ ഓരോ ടേം വൈസ് എന്ത് ചെയ്യാണ്, നമ്മളതിനെ ഇങ്ങനെ പുതിയ പുതിയ കണ്ടന്റ് ഇട്ട് നമ്മളതിനെ യൂസ്ഡ് ആക്കുകയാണ്. പെട്ടെന്നൊരു സിലബസ് ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ പതിയെ പതിയെ നമ്മളതിനെ അത് യൂസ്ഡ് ആക്കിക്കൊണ്ട്
നമ്മൾ തന്നെ എന്ത് ചെയ്യാം, പിന്നെ ഒരു ദിവസം അവർ പ്രഖ്യാപിക്കും സിലബസ് ചേഞ്ച് ആയിട്ടുണ്ട്, ഇന്ന മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പ്, അല്ലെങ്കിൽ എന്താ പറയാ, അത് പഠിക്കാനുള്ള ടൈം തന്നില്ലല്ലോ, ഇനഫ് ടൈം തന്നില്ലല്ലോ NTA, അങ്ങനത്തെ ഒരു ക്രിറ്റിസിസംസ് എന്ത് ചെയ്യേണ്ടി വരില്ല, അവർക്ക് നേരിടേണ്ടി വരില്ല. അപ്പം എപ്പോഴും സിലബസ് ചേഞ്ചിന്റെ കാര്യം വരുമ്പോൾ അവർ പറയാറുണ്ട് 6 മാസത്തെ ഒരു ടൈം തരും, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇനഫ് ടൈം തന്നിട്ടേ സിലബസ് ചേഞ്ച് ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മളെ ഇങ്ങനെ പതിയെ പതിയെ യൂസ്ഡ് ആക്കിയിട്ട് പിന്നെ അവരെന്ത് ചെയ്യുന്നു, ഒരു ടേമില് സിലബസ് ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താ, നമ്മൾ ആ സിലബസിൽ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവണം അല്ലെ, കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്സിനെ പറ്റിയിട്ട് അറിവുള്ളവരായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എന്താ പറയാ, എതിർപ്പുകൾ, ക്രിറ്റിസിസംസ് അവർക്ക് കുറക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് എന്ത്, ഈ ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ഇതൊരു വലിയ മാറ്റത്തിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത, സ്റ്റിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാം ആണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു നെഗറ്റീവ് മാർക്ക് സിസ്റ്റം കൊണ്ടുവരാവുന്ന ഒരു എക്സാം ആണ് നെറ്റ് എക്സാം. ഓക്കെ, ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഉണ്ടല്ലേ, നമ്മുടെ CSIR നെറ്റിലും ഒക്കെ ഉണ്ട് നെഗറ്റീവ് മാർക്സ്. പക്ഷെ നമ്മുടെ UGC നെറ്റിൽ മാത്രമാണ് അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത്. അത് മേ ബി എന്ത് ചെയ്യാം, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അതവർക്ക് അത്ര എന്താ പറയാ, ക്രിറ്റിസിസം കാര്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ഏരിയ അല്ല. അപ്പൊ അവർ ഈ ടേമിൽ അല്ലെങ്കിൽ അടുത്ത ടേമിൽ, ഈ ടേമിൽ എന്തായാലും ചെയ്യുന്നില്ല, അടുത്ത ടേമിൽ മേ ബി വരാം. ഓക്കെ, നമ്മൾ എത്ര പെട്ടെന്ന് നെറ്റ് അല്ലെങ്കിൽ JRF ആണ് എപ്പോഴും നിങ്ങൾക്ക് ഏജ് നിങ്ങളെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പം ഒരു മെയിൽ ആണെങ്കിൽ ഒരു 30 years ആൻഡ് ഫിമെയിൽ ആണെങ്കിൽ ഒരു 35 yearsനുള്ളിൽ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, JRFന് വേണ്ടി തന്നെ എയിം ചെയ്യണം. ഓക്കെ, ഒരു JRFന്റെ ഒരു സ്റ്റൈപ്പൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മാസം ഒരു 37,000 rupees പ്ലസ് എന്താ പറയാ HRA പ്ലസ് അതുപോലെ തന്നെ ഈ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങാൻ ഒരു 2,500 എക്സ്ട്രാ, അങ്ങനെ ഒരു കണ്ടിജൻസീസിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എമൗണ്ട്, അങ്ങനെ അത്രയും ഒരു 40,000 rupees അടുത്ത 40,000+ rupeesോളം കിട്ടുന്ന അത്രത്തോളം സ്റ്റൈപ്പൻഡ് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പം നെറ്റ് കിട്ടി, നമുക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ആ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ തന്നെ ഇന്റർവ്യൂവിന്റെ പെർഫോമൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ അപ്പോയിന്റ് ചെയ്യുക. എപ്പോഴും നമ്മളൊരു ഗസ്റ്റ് ലെക്ചർ ആയിട്ടാണ് കയറുന്നത്. നമ്മളൊരു ഹൈ പെയ്ഡ് സാലറിയിലോട്ട് മാറുന്നത് എന്നാണ്, നമ്മൾ എപ്പോഴാണ് ഒരു പെർമനന്റ് സ്റ്റാഫായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കോളേജിൽ ഒക്കെ കയറുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഹൈ സാലറിയിൽ വരുന്നത്. അപ്പം ആ ഒരു അത് മറികടക്കാനായിട്ട് നമുക്ക് എന്താണ്, ഇപ്പം നെറ്റ് കിട്ടിയിട്ട് ഒരു ഗസ്റ്റ് ലെക്ചറായി കയറുന്നതും ആൻഡ് JRF കിട്ടിയിട്ട് നമ്മൾ റിസർച്ചിന് പോകുമ്പോൾ കിട്ടുന്ന റിസർച്ചിന്റെ സ്റ്റൈപ്പൻഡും എന്താണ്, എൻ്റയർലി ഒരു വ്യത്യാസമുണ്ട്, അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കൊരു 5 വർഷത്തേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരു ജോലി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റിസർച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പേരിന്റെ മുന്നിൽ ഒരു ഡോക്ടർ എന്നുള്ള ഒരു പ്രീനെയിം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ, നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നതല്ലേ. ആൻഡ് പലരും ഫിനാൻഷ്യൽ മോട്ടീവ് ഉണ്ട്, ആൻഡ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു റിസർച്ച് ചെയ്യണം, എനിക്ക് എൻ്റെ പേരിന്റെ മുന്നിൽ ഡോക്ടർ എന്നുള്ള ഒരു ഇത് കാണണം എന്ന ആഗ്രഹത്തോടെ നമ്മുടെ JRFന് വേണ്ടിയിട്ട് എയിം ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ കുട്ടികളും ആദ്യം, അതായത് ഇപ്രാവശ്യം എന്ത് ചെയ്യാം, സെൽഫ് സ്റ്റഡി വെച്ച് നോക്കിയിട്ട് ഒന്ന് നെറ്റ് ഒന്ന് കിട്ടുമോ നോക്കാം അല്ലേ. നിങ്ങൾ പലരും അങ്ങനെ ഉണ്ടാവും അല്ലേ, ഉണ്ടോ, അങ്ങനെ ഉണ്ടോ നിങ്ങള് നമ്മുടെ നെറ്റാണോ എയിം ചെയ്യുന്നത്, JRF ആണോ എയിം ചെയ്യുന്നത്? ഓക്കെ, സുനിയ എന്താണ് ഇപ്രാവശ്യം നെറ്റ് ക്രാക്ക് ചെയ്തിട്ട്, ഓക്കെ ഓക്കെ, ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏജ് നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ JRFന് തന്നെ എയിം ചെയ്യണം, JRFന് വേണ്ടിയിട്ട് തന്നെ പരിശ്രമിക്കണം. ഓക്കെ, നമുക്ക് പിന്നെ
ഒരു 5 വർഷത്തേക്ക് പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം വേണ്ട. ആ 5 വർഷം നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കും. ആൻഡ് അതിനുശേഷം നമ്മുടെ പേരിന് മുന്നിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ നമ്മളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്താണ് നമ്മളുടെ ഒരു പ്രൊഫൈൽ ആയിരിക്കും അവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഒരു നെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ എന്താ പറയാ ഇന്റർവ്യൂസിന് പോകുമ്പോൾ നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഒരുപാട് നെറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ഈ ഇന്റർവ്യൂവേഴ്സിന് തന്നെ ഡൗട്ടാണ് ആരെ എടുക്കണം എന്നുള്ളത്. അപ്പം അവര് ഓൾറെഡി ഒരു JRF ഹോൾഡറോ അല്ലെങ്കിൽ JRF കിട്ടിയവരോ അത് കഴിഞ്ഞവരോ PhD ഉള്ളവരൊക്കെ ആയിട്ട് അവർ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, JRFന് വേണ്ടിയിട്ട് എയിം ചെയ്യാം. അപ്പം ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരാളും ഫോളോ ചെയ്യേണ്ട 7 മെയിൻ ടിപ്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ആദ്യം നമുക്ക് എന്ത് വേണം, ഒരു ക്ലിയർ ഗോൾ ഉണ്ടായിരിക്കണം. ഇപ്പം നിങ്ങൾ പറഞ്ഞു, സുനിയ പറഞ്ഞു സുനിയക്ക് നെറ്റ് ആണ് വേണ്ടത്, ആൻഡ് വേറൊരാൾ പറഞ്ഞു JRF ആണ് വേണ്ടത്. അപ്പം ഇതെന്താണ്, നിങ്ങളുടെ മെയിൻ ഗോൾ ആണ് അല്ലെ? ഈ ഒരു 2 മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ എയിം ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ഗോൾ ആണ് എന്ത്, JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്ത് ഡെയിലി ബേസിസിൽ ഒരു ക്ലിയർ ഗോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ആ ക്ലിയർ ഗോൾസ്, ഡെയിലി ബേസിസിലെ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, നിങ്ങളത് ഗോൾ സെറ്റ് ചെയ്ത് തരാം. ആൻഡ് അതോടൊപ്പം തന്നെ അതെങ്ങനെ പ്രാവർത്തികമാക്കണം, ഓക്കെ, ഓരോ ദിവസവും അതെങ്ങനെ അറ്റൈൻ ചെയ്യണം എന്ന് കൂടെ ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ അത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ വിജയിച്ചു. ഓക്കെ, നിങ്ങൾക്ക് JRF ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു 55 ഡേയ്സ് അല്ലെങ്കിൽ ഇനിയുള്ള 56 ഡേയ്സ് നാളെ മുതൽ തുടങ്ങിക്കോളൂ. ഓക്കെ, നാളെ മുതൽ എന്ത് ചെയ്യാം, ആ ഒരു റുട്ടീനിൽ നിങ്ങൾ പോവുകയാണോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇനഫ് റിസോഴ്സസ് ഉണ്ടെന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതായത് നമ്മൾ ഇപ്പം പ്ലാൻ ഉണ്ട്, ഗോൾ ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്തില്ല, റിസോഴ്സസ് ഇല്ല എങ്കിൽ, ഇനഫ് റിസോഴ്സസ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് പോയിട്ട് എഴുതിയ എക്സാമാണ്. ഒട്ടും പഠിക്കാതെ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ എന്താണിത്, എല്ലാവരും എഴുതാൻ പോകുന്നുണ്ട്, കൂട്ടത്തിലുള്ള ഒരാള് പറയുന്നു ആ നെറ്റ് എക്സാം ഉണ്ട്, പിന്നെ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് ഇങ്ങനെ നെറ്റ് ഉണ്ട്, നെറ്റ് എക്സാം എഴുതണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചുമ്മാ പോയിട്ട് എഴുതും അല്ലെ. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഒന്നും പഠിക്കാതെ. ഓക്കെ, ഫ്രീ ടെൻഷൻ സീറോ നോളജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു എക്സാം എഴുതിയിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല, സ്വാഭാവികം അല്ലെ. ഒന്നും പഠിക്കാതെ ആർക്കും അത് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവിലുള്ളത്. അങ്ങനെ ഫ്രീ ആയിട്ട്, അതായത് ഒരു എഫേർട്ട് ഇടാതെയാണ് ഞാൻ ഇത് നേടിയെടുത്തത് എന്നൊന്നും ഒരു JRF ഹോൾഡറും ഒരു നെറ്റ് ഹോൾഡറും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, ആൻഡ് പിന്നെ ഞാൻ എഴുതിയത്, പിന്നെ രണ്ടാമത്തെ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഞാൻ എഴുതിയ ഒരു എക്സാമാണ്. ഓക്കെ, റീ എക്സാമിലാണ്, അതായത് നമ്മുടെ ജൂൺ 2024 റീ എക്സാമിലാണ് ഞാൻ ക്വാളിഫൈഡ് ആവുന്നത്. ഞാൻ അത്ര എന്താ പറയാ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് ഒന്നുമല്ല. എന്നെക്കാൾ പഠിക്കുന്ന PG കാലഘട്ടത്തിൽ എന്നെക്കാൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും എന്താ പറയാ, ഞാനൊരു എന്താ പറയാ പൊങ്ങച്ചം പറയല്ല, പക്ഷെ അവർക്കൊന്നും ഇന്ന് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അവർ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ചില കുട്ടികളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ അവർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റാറില്ല. ഓക്കെ, അപ്പം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു കുറച്ചു കാലം ഇങ്ങനെ ജോലിയൊക്കെ തെരഞ്ഞു നോക്കി, പക്ഷെ ജോലിയൊന്നും റെഡി ആവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ജോബ് മാർക്കറ്റിലെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പം PG കഴിഞ്ഞെന്ന് കരുതിയിട്ട് ആർക്കും അവിടെ ഒരു ഹൈ പെയ്ഡ് സാലറിയിലുള്ള ജോബ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2-3 മാസം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പിന്നെ തോന്നി, എന്താണ്, ഒരു ഇൻഡ്യൂഷൻ വരിക എന്ന് പറയില്ലേ, ആ ഒരു ഇൻഡ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഐഫറിൽ ചേർന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് വൺ തന്നെ ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ല തീരുമാനം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നോക്കിയത് ആകെ എന്താ, അനീസാറിന് 8 നെറ്റും 2 JRF ഉണ്ട്. ഓക്കെ, ടോട്ടൽ പറയുകയാണെങ്കിൽ 10 നെറ്റ് ഉണ്ട്, ആൻഡ് JRF ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പം അത്രയും ഇതുള്ള ഒരാളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിലും വരും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഐഫർ ചൂസ് ചെയ്തത്. ഓക്കെ, അന്ന് എനിക്ക് അനീസാറിന്റെ ആ ഒരു ക്വാളിറ്റീസ് മാത്രമേ എനിക്ക്
അറിയുള്ളൂ. നമ്മൾ ആ ഒരു ആളുടെ ഇത് കണ്ടിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ചേരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് നിസാറിന്റെ ആ ഒരു ക്ലാസ്സസ്, പ്രിപ്പറേഷൻ, അനാലിസിസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ അന്നൊന്നും ഇല്ലാത്ത പല ഫീച്ചേഴ്സും, ഓക്കെ, ഈ ഒരു 24 മുതൽ 25, ജൂൺ 25 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ഒരു വലിയൊരു മാറ്റമാണ് ഐഫറിന്റെ എന്താ പറയാ സ്റ്റഡി മെക്കാനിസത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റും. കാരണം 2024 മുതൽ ഞാൻ ഈ ഐഫറിന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ മാറ്റങ്ങളും എന്താ അനുഭവിച്ച് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. 24 കഴിഞ്ഞു, 24 റീ എക്സാം ആയിരുന്നു. റീ എക്സാം കഴിഞ്ഞിട്ട് റീ എക്സാം ഒക്ടോബറിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റ് കിട്ടിയവർക്ക് ഐഫർ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് ഡിസംബറിലോട്ട് അഡ്മിഷൻ കൊടുക്കും. ഓക്കെ, റീസിറ്റ്, ഐ മീൻ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, എക്സ്റ്റൻഷൻ കൊടുക്കും. അങ്ങനെ ഡിസംബർ 2024 ഉണ്ടായിരുന്നു. പിന്നെ 2025 ജൂൺ എന്ന് പറയുന്നത് അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഡർ ആയിരുന്നു. ഓക്കെ, 2025 ജൂണിലെ കുട്ടികളുടെ മെൻഡർ ആയിരുന്നു. ഫെബ്രുവരിയിലാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഡിസംബർ 2025 കുട്ടികളുടെ മെൻഡറാണ്. അപ്പം ആ ഒരു ഞാൻ ചേർന്ന അന്ന് മുതൽ ഇന്ന് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഐഫറിന്റെ ഓരോ സ്റ്റഡി സിസ്റ്റംസും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്ത് തരാം. ആൻഡ് ഇന്ന് ഒരുപാട്, അതായത് നമുക്ക് ലീഡർ ബോർഡ് ആപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെന്റേഴ്സിനെ കൊണ്ട് എന്താ പറയാ ഒരുപാട് കുട്ടികളെ പുഷ് ചെയ്യണം. അതായത് പല കുട്ടികളെയും ഇപ്പൊ എന്താ പറയാ ഒരു സ്റ്റഡി പ്ലാൻ മാത്രം കൊടുത്താൽ പോരാ. എന്ത് ചെയ്യണം, അവരെ പിന്നാലെ നടന്ന് പഠിപ്പിക്കുന്നത് പോലെ അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഓരോരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറി എന്ന് തന്നെ പറയാം. പണ്ടും അടിപൊളിയായിരുന്നു, ഇപ്പം അതിലേറെ അടിപൊളി ആയി എന്നാണ് പറയാനായിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഗോൾസ് എന്നാണ് പോയത് അല്ലെ. ഡെയിലി ബേസിസിൽ നമുക്ക് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോൾ ഞാൻ നിങ്ങൾക്ക് തരാം. പേപ്പർ 1ലും പേപ്പർ 2ലും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗോളുകൾ തരാം. ആൻഡ് പിന്നെ വരുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം. ഒരു ദിവസം പഠിച്ചത് കൊണ്ട് മാത്രം എന്തായില്ല, അത് പൂർത്തിയാവുന്നില്ല. ഒരു ദിവസം ഫുൾ ഡേ ഇരുന്ന് പഠിച്ചു, പക്ഷെ അതിൽ കാര്യമില്ല. നമ്മൾ ഡെയിലി അങ്ങനെ പഠിക്കുന്നുണ്ടോ, ഡെയിലി നിങ്ങൾ അങ്ങനെ പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് JRF ഉറപ്പാണ്. ഓക്കെ, എനിക്ക് എന്റെ JRF മിസ്സായത് 1.15% ഓക്കെ, അതായത് 98.75% അങ്ങാണ്ടോ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ JRFന് 99 സംതിങ് ആയിരുന്നു JRFന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത്രയും പെർസെന്റേജിലാണ് എനിക്ക് JRF മിസ്സായത്. എനിക്ക് ഇപ്പോഴും അറിയാം, അത് ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല. അതിൽ എനിക്ക് പറയാനുള്ള എപ്പോഴും എനിക്ക് തോന്നും, അതായത് ഞാൻ വീട്ടിൽ വന്നിട്ട്, അതായത് ഒരു ആൻസർ കീ വന്നതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് അതിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടാത്ത ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടെ അതിൽ കിട്ടി. ആ 5 ക്വസ്റ്റ്യൻസ് കൂടെ എനിക്ക് ആ ഒരു എക്സാം ഹാളിൽ കാമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എന്ത് കിട്ടുമായിരുന്നു, JRF കിട്ടുമായിരുന്നു. ഇപ്പം അത് ആലോചിക്കുമ്പോൾ ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. കാരണം ഇപ്പത്തെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആണ്. ഓക്കെ, ഞാൻ അന്ന് നെറ്റ് ക്വാളിഫൈഡ് ആവുന്നത് 177 മാർക്കിനാ. ഓക്കെ, പക്ഷെ ഇപ്പത്തെ നെറ്റിന്റെ കട്ട് ഓഫ് 176 ആണ്. ഓക്കെ, അപ്പം അന്ന് ആ ഒരു ചെറിയ മിസ്റ്റേക്ക്, ആ ഒരു എക്സാം ഹാൾ മാനേജ്മെന്റ് കൂടെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, എനിക്ക് JRF ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് പല തവണ തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും എന്താ പറയാ, ഞാൻ ആദ്യം ഒരു 3 മാസത്തോളം ക്ലാസ്സുകൾ കേൾക്കുകയാണ് ചെയ്തത്. അത് കൃത്യമായിട്ട് 3 മാസം കേട്ടു. ആൻഡ് അതിനുശേഷമാണ് ഞാൻ കറക്റ്റായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഞാനൊരു ഒറ്റയ്ക്ക് ഇരുന്ന് ഐസൊലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളൊന്നല്ല. ഓക്കെ, എനിക്ക് എന്താ പറയാ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള സ്കില്ലില്ല. എനിക്ക് ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. ഗ്രൂപ്പ് ഇൻ ദ സെൻസ് ഒരുപാട് പേരുള്ള ഗ്രൂപ്പ് അല്ല. ഇപ്പൊ ഞാനും ലക്ഷ്മിയും എന്ത് ചെയ്യാം, ഡെയിലി ബേസിസിൽ ഇരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പം ലക്ഷ്മി എന്ത് ചെയ്യും, ലക്ഷ്മി ഞാനും കൂടെ ഡിവൈഡ് ചെയ്തെടുക്കും. ടോപ്പിക്സ് ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നു, ഞങ്ങൾ ഇരുന്ന് പഠിക്കുന്നു, ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വെറുതെ ഇരിക്കാമെന്ന് ഉള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വരില്ല. കാരണം എന്താ, ഞാൻ അവിടെ വെറുതെ ഇരുന്നാൽ ലക്ഷ്മി അവിടെ എന്താവും,
ഒറ്റപ്പെടും, അല്ലെങ്കിൽ ലക്ഷ്മിന്റെ പ്രിപ്പറേഷൻസിനെ കൂടെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. ഓക്കെ, മേ ബി ഞാൻ ഒറ്റക്കാണ് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്നൊന്നും എന്ത് ചെയ്യില്ല, നെറ്റ് അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഞാൻ അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പിൽ, അല്ല മീൻ എന്താ പറയാ, ഒരു കമ്പനി സ്റ്റഡി നടത്തിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയത് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ആ ഒരു സുഹൃത്തിനോട് ഞാൻ ഇപ്പോഴും എപ്പോഴും ഞാൻ എന്താണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് സുഹൃത്തില്ല എങ്കിൽ ഐഫറിൽ എൻ്റെ മെന്റർഷിപ്പിലുള്ള കുട്ടികളുടെ അടുത്ത് ഞാൻ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓരോ ഡെയിലി ബേസിൽ പോള് കൊടുത്തിട്ട്, അതായത് ഇപ്പൊ അവർക്ക് ഓരോരോ സ്റ്റഡി പ്ലാനും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിനുള്ള ഒരു ടൈം ടേബിളും സെറ്റ് ചെയ്ത് കൊടുക്കും. എനിക്കറിയാം സ്റ്റഡി പ്ലാൻ കിട്ടിയോണ്ട് മാത്രം എന്തായില്ല, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റൂല. ഓക്കെ, ഇപ്പൊ ഞാനും എന്താ പറയാ, ഞാൻ എപ്പോഴും ചിന്തിക്കുക ഒരു സ്റ്റുഡന്റ്, ആസ് എ സ്റ്റുഡന്റ് എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അപ്പൊ ഒരു 6 മാസം മുന്നേ ജോയിൻ ചെയ്ത കുട്ടീന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തിക്കുമ്പോൾ ആ കുട്ടിക്ക് സ്റ്റഡി പ്ലാൻ കിട്ടിയത് കൊണ്ട് മാത്രം ആയില്ല എന്നുള്ളത് എനിക്കറിയാം. കറക്റ്റ് ആയിട്ട് ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യണം, ഇന്ന ടൈമിൽ ഇന്നത് ചെയ്യണം എന്ന് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഒരാൾ പറഞ്ഞു കൊടുക്കണം. അതിനുള്ള ഒരു ടൈം ടേബിളും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയാ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റഡി പ്ലാനും ഉണ്ട് ആൻഡ് അതിന്റെ കൂടെ തന്നെ ഒരു ടൈം ടേബിളും ഉണ്ടായിരിക്കും. ആ ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിരിക്കണം. ആസ് പെർ ദ സ്റ്റഡി പ്ലാൻ ആണ്, സ്റ്റഡി പ്ലാനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടി വരിക. പക്ഷെ ആ ഒരു ടൈം സ്പെസിഫിക് ആയിരിക്കണം. അത് എന്തുകൊണ്ടാണ് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പം ആകെ 55 ദിവസം അല്ലെങ്കിൽ 56 ദിവസമേ ഉള്ളൂ. ഇനിയുള്ള ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും എന്താണ്, വിലപ്പെട്ടതാണ്. അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, വേസ്റ്റ് ഓഫ് ടൈം ഉണ്ടാവരുത്, ഒരു വേസ്റ്റേജ് ഉണ്ടാവരുത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾ ആ ഒരു ടൈം സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളത് വളരെ 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 നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തരും. ഓക്കെ, ആ ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ആദ്യം ഒരു ഡിസംബർ പ്രീമിയർ ബാച്ചിലെ സ്റ്റുഡൻസ്, ഒരു 6 മാസത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവർക്ക് എന്താണ് ഓരോരോ പോളുകൾ കൊടുക്കും ഓരോരോ ടൈമിൽ. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേപ്പർ 2-ൽ നിന്ന് ഡെയിലി ബേസിസിൽ 2 ക്ലാസ്, ഓക്കെ 2 ക്ലാസ്സും ആൻഡ് പേപ്പർ 1-ൽ നിന്ന് 1 ക്ലാസ്സും ആണ് കേൾക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾ കുറച്ചധികം ക്ലാസ്സുകൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ദിവസം കാണേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അത്ര ഇനഫ് ടൈം ഇല്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു സിലബസും കവർ ചെയ്യണം, പ്ലസ് റിവിഷനും ചെയ്യണം. പക്ഷെ ഈ ഒരു 24 മണിക്കൂർ ധാരാളമാണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, നമ്മൾ ആ ഒരു കുട്ടികൾക്ക് പോളുകൾ കൊടുക്കും. അതായത് 11 മണിക്ക് ഞാനൊരു പോൾ ഇടും, കംപ്ലീറ്റ് ചെയ്തോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ഒരു പോൾ ഇടും, ഓക്കെ കംപ്ലീറ്റ് ചെയ്തോ, പേപ്പർ 1-ന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തോ, കണ്ടു കഴിഞ്ഞോ. ആൻഡ് പേപ്പർ 1-ന്റെ ഇതാണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ സോറി, പേപ്പർ 1-ന്റേത് 2 മണിക്കാണ് ആൻഡ് പേപ്പർ 2-ന്റെ നെക്സ്റ്റ് സെഷൻ കാണേണ്ടത് അവർ 7 മണിക്കാണ്. അപ്പം 7 മണിക്ക് ഞാൻ എന്ത് ചെയ്യും, അടുത്ത പോൾ ഇടും, കണ്ടു കഴിഞ്ഞോ. അപ്പം ഇതെന്താണ്, ഇത് അവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അവർക്ക് ഓരോ, അതായത് 11 മണിക്ക് അവർ അത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് അവർക്ക് ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത് കൊണ്ട്, ജോയിൻ ചെയ്തിട്ട് 1.5 മന്ത് കൊണ്ട് അല്ലെങ്കിൽ 1 മന്ത് കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സസും അവർ കണ്ടു തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങളതിനെ പുഷ് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയാം. അപ്പം ഏത് കുട്ടിയാണെങ്കിലും നമുക്കൊരു ബാക്ക് എന്താണ് പുഷ് വേണം എന്നുള്ളത് ഉണ്ട്. അപ്പം അതുകൂടെ ഇവിടുന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളതിനെ ഇങ്ങനെ കൂടെ നിന്ന് നിങ്ങളതിനെ ആരാണോ പുഷ് ചെയ്ത് തരുന്നത്, ആ ഒരു പുഷും കൂടെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ആ ഒരു പുഷ് കിട്ടുന്നിടത്ത് നിന്ന് വേണം നിങ്ങൾ കോച്ചിങ് എടുക്കാനായിട്ട്. ആൻഡ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുഷ് തരാനായിട്ട് മെന്റർ, നമ്മളതിനെ ഒരു മന്ത്ലി കോളിലൊക്കെ വിളിക്കും, അല്ലാതെ ഡെയിലി ബേസിസിലൊന്നും നമ്മളതിനെ പുഷ് ചെയ്തിരുന്നില്ല. അപ്പം എനിക്ക്
എനിക്ക് കിട്ടാത്ത എന്തൊക്കെയാണോ, എനിക്ക് ആവശ്യമായിട്ടുണ്ടായത് എന്തൊക്കെയാണോ, അതൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പം ഞാനൊരു മെന്റർ ആയപ്പോൾ, ആസ് എ മെന്റർ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ഇതില് ഒരു പുഷായിട്ട് ഐഫറിന്റെ ഭാഗത്ത് തോന്നിയിട്ടുള്ളത്, അനീസ് സാറിന്റെ പ്രിപ്പറേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അത് നമുക്ക് എന്താണ് മന്ത്ലി ട്വൈസ് അല്ലെങ്കിൽ ഒരു 3 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് പ്രിപ്പറേഷൻ അനാലിസിസ് കിട്ടും. ഈ പ്രിപ്പറേഷൻ അനാലിസിസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്താണ് ഒരു എനർജി കയറാനുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അതുവരെ നമ്മൾ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യണം, ഒരു എനർജി വരാനുണ്ട്. ആ എനർജി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗിലൂടെ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. അത് സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രിപ്പറേഷൻ അനാലിസിസും ഒഴിവാക്കരുത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഐഫറിന്റെ ഭാഗത്തുനിന്നും ഐഫർ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. ഓക്കെ, അതായത് ഒരു ദിവസം എന്താണ്, ഇപ്പം അനീസാറിന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്നെന്താണ്, ഐ മീൻ നമ്മളിപ്പോ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുകയാണെങ്കിൽ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത്. ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഇപ്പം അങ്ങനെ കേൾക്കാറില്ല, ഇപ്പം അതിനുള്ള ടൈം കിട്ടാറില്ല. ആൻഡ് എന്താണ്, പഠിക്കുന്ന ആ ഒരു ഐഫറിൽ സ്റ്റുഡന്റ് ആയിരിക്കുന്ന ഒരു കാലത്ത് എല്ലാ പോഡ്കാസ്റ്റും കേട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു പോഡ്കാസ്റ്റ് കേട്ടിട്ട് തുടങ്ങണം എന്നായിരുന്നു എൻ്റെ ഒരു പോളിസി. ആ പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു എനർജി താനേ വരും. അന്ന് പഠിക്കാനായിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മളതിനെ പുഷ് ചെയ്യാൻ ഒരാൾ വേണം. ആൻഡ് അത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ ഹൈലി കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഹൈലി എഫിഷ്യന്റ് ആയിട്ട് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. രണ്ടാമത്തെ ദിവസം കുറച്ചൊരു ഉന്മേഷം ഉണ്ടാവും. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ അത് കുറച്ചുകൂടെ കുറയും, അല്ലെ? അപ്പം അത് ചോരാതെ, അതായത് ആ ഒരു എനർജി ചോരാതെ നിങ്ങളെ കൊണ്ടുപോയിരിക്കണം എന്നുള്ളതാണ് ഒരു മെന്ററിന്റെ കടമ. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഇവിടെ ഫാക്കൽറ്റീസ്, കാര്യങ്ങൾ, ക്ലാസ്സസ്, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ മെന്ററിന്റെ ഡ്യൂട്ടി എന്താണ്, നിങ്ങളതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക, നിങ്ങളതിനെ പുഷ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് എൻ്റെ ഒരു പോളിസി. ഓക്കെ, അപ്പൊ അത് ഞാൻ വൃത്തിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന്റെ റിസൾട്ടുകൾ എൻ്റെ കുട്ടികളെ എനിക്ക് ഫീഡ്ബാക്സ് തരുമ്പോൾ എനിക്കത് തോന്നാറുണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്തൊരു കുട്ടി പറഞ്ഞത്, ഞാൻ ഇപ്പം അവർക്കൊരു ലാസ്റ്റ് റിസോർട്ട്, അതായത് അതായത് ജോയിൻ ചെയ്തിട്ട് ഇതുവരെ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത കുട്ടികളെ എല്ലാം കൂടെ എന്ത് ചെയ്തു, ഒറ്റ ഗ്രൂപ്പിലോട്ട് ഇട്ടു. ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, അൺഒഫീഷ്യൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിലോട്ടിട്ടിട്ട് അപ്പം അവർക്ക് എന്താണ്, അതിൽ ചിലവർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് അവരോട് പറയും, ഇത് നിങ്ങളെ ലാസ്റ്റ് വഴിയാണ്, ഇനി നിങ്ങൾക്ക് ഒരു ഇതില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ പഠിച്ചോ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയും. അങ്ങനെ ഇപ്പൊ അതിന്റെ ഒരു കുട്ടി എനിക്ക് അതിൽ ഫീഡ്ബാക്ക് തന്നു, മിസ് അന്ന് തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ഇട്ടപ്പോ എനിക്ക് വാശിയായി, എനിക്കത് പഠിച്ചെടുക്കണം എന്നുള്ള വാശിയായി. അതുപോലെ തന്നെ ഈ കുട്ടികൾ മാറ്റം വരുമ്പോൾ, കുട്ടികൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിൽ മാറ്റം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുട്ടികളെ തന്നെ അതിന്ന് റിമൂവ് ആക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ റിമൂവ് ആക്കുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് ഉണ്ടാവും, എനിക്ക് ഇനിയിപ്പം ഇതിൽ നിന്ന് റിമൂവ് ആയി പോണം, അതിന് വേണ്ടിയിട്ടെങ്കിലും അവർ പഠിക്കാനായിട്ട് നോക്കും എന്നുള്ള അന്ന് അത് തുടങ്ങുമ്പം, ആ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എനിക്കത് തോന്നിക്കോളുന്നില്ല എത്രത്തോളം, അത് എന്താ പറയാ, ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ റിസൾട്ട് കിട്ടുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് സന്തോഷമാവും. ആ കുട്ടികൾ ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ, കുട്ടികൾ അതിനൊപ്പം ഓടിയെത്താൻ നോക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പം ആ ഒരു പുഷ് കാര്യങ്ങൾ നിങ്ങൾ അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ അതിനുള്ള ഒരു അവസരം തന്നാൽ മാത്രം മതി. ഓക്കെ, പിന്നെ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ എന്താ പറയാ, നമ്മുടെ ഇൻസ്റ്റഗ്രാം, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് കൊണ്ടുവരണം. ഇനിയുള്ള ഈ 2 മാസമെങ്കിലും നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാം, അല്ലെ? നമ്മൾ കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറി നിന്നിട്ട് പിന്നെ നമ്മുടെ സക്സസ് കൊണ്ട് അങ്ങ് പോകുമ്പോൾ നമ്മൾ എന്താവും, നമ്മൾ തന്നെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യും. അപ്പം ഇതായിരുന്നല്ലേ ഇവരുടെ പരിപാടി എന്ന് തോന്നും അവർക്ക്. ഓക്കെ, ഇനി മാനേജ് യുവർ ടൈം വൈസ്ലി. അതായത് ഒരുപാട് കുട്ടികൾ പറയും, എനിക്ക് പഠിക്കാൻ ടൈമില്ല, ഞാൻ വർക്കിംഗ് ആണ്, എനിക്ക് പഠിക്കാൻ ടൈമില്ല. ഓക്കെ, അങ്ങനെ തോന്നും. അപ്പൊ ഈ ഒരു ഇതിൽ പറയാനുള്ളത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം എല്ലാം നിങ്ങൾ പഠിക്കണം. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അനീസ് സാറ് ഈ ഒരു ക്ലാസ്സസ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗ് ഒക്കെ സാറ് വല്ല യാത്രയിലായിരിക്കുമ്പോ കൂടെ ചെയ്തു തന്നിരുന്നു എന്നുള്ളതാ. അപ്പം അതൊക്കെ കണ്ട് പഠിക്കുന്ന ഒരാള് എന്താണ്,
സാറ് അത്രയും തിരക്കിനിടയിൽ പോലും നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതേ ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് നോക്കും. അപ്പം നമ്മള് സാർ എപ്പോഴും പറയാറ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താണ് ഏറ്റവും കാം ആയിട്ടുള്ള ഒരു ക്വയറ്റ് ആയിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് ഐഫർ ഓൺലൈൻ ആക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഐഫർ ഓൺലൈൻ മെറ്റീരിയൽസ് കാര്യങ്ങൾ. സാർ എപ്പോഴും പറയും നോട്ട് എഴുതണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോട്ട് നമ്മുടെ PDF ഉണ്ട്, അത് വായിച്ച് പഠിക്കാം. അതെന്താണ്, ഈ ഫോണിലൊക്കെ നോട്ട് കീപ്പ് ചെയ്യാം. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഐഫറിന്റെ ക്ലാസ്സസും അതെ ഓൺലൈൻ ആണ് അല്ലെ, റെക്കോർഡഡ് ക്ലാസ്സസ്, ആപ്പ് ത്രൂ കിട്ടുന്ന ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു വർക്കിന് പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ ഇരുന്നിട്ടോ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എല്ലാ പണികളും കഴിഞ്ഞ് ലാസ്റ്റ് ടൈം മാത്രം ഇതിലോട്ട് എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് ആ സാഹചര്യത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ്, പിന്നെ സ്റ്റേ കോൺഫിഡന്റ്. ഓക്കെ, നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഓക്കെ, അതിൽ ഞാൻ വല്ലാണ്ടൊന്നും പറയുന്നില്ല. ആൻഡ് സ്റ്റേ കോൺഫിഡന്റ്, അതായത് പല കുട്ടികളും പഠിക്കുന്നുണ്ടാവും, അവരെന്നിട്ട് എന്നെ വിളിക്കും, മാം എനിക്ക് ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല മാം, എനിക്ക് പറ്റും തോന്നുന്നില്ല മാം, എനിക്ക് കിട്ടുന്നില്ല മാം. അപ്പൊ ഞാൻ പറയും അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും. നമ്മൾ എന്താണ് നെഗറ്റീവ് ചിന്തിച്ചിട്ട് നമ്മൾ പോസിറ്റീവ് എന്താ പറയാ പോസിറ്റീവ് നടക്കുമെന്ന് വിശ്വസിക്കരുത്. നമ്മൾ എന്താണ് എപ്പോഴും ഞാൻ ഇനഫ് ആയിട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഞാൻ അങ്ങനെ പഠിച്ച ഒരാളാണ്. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇപ്പൊ എന്താ പറയാ, ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ കോളേജിലെ ഒരു ചേച്ചി, ആ ചേച്ചി അത്യാവശ്യം പഠിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അവർക്കാണ് JRF കിട്ടുന്നത് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ നെറ്റ് കിട്ടുന്നതൊക്കെ ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്കാണ്. എൻ്റെ സീനിയേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പം എനിക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടുമോ, എന്നെ കൊണ്ടൊക്കെ പറ്റുമോ, എന്നെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടുമോ, ഇതൊക്കെ അങ്ങനെ ഒരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഞാൻ അതിനോട് അങ്ങ് ഇല്ലാണ്ടായി. അതായത് എന്താണ്, എനിക്ക് തോന്നി എന്താണ്, ഇനിയിപ്പം ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ പഠിക്കുന്നത് വെറുതെ ആവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. കാരണം അത്രയും കാര്യങ്ങൾ ഇപ്പം ഞാനൊരു PGക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ലെവലിൽ അല്ലെങ്കിൽ മറ്റൊരു ലെവലിൽ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്. ഒരുപാട് നോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ട് എഴുതാൻ സെൻസ് ഒരുപാട് വാരി വലിച്ച് എഴുതിയെന്നല്ല, വളരെ സമ്മറൈസ്ഡ് നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു എന്താ പറയാ ഫുള്ളി ഇതിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരാളാണ്. അതായത് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 6 മാസം ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നോട്ട് എഴുതുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നോട്ട് നോക്കി പഠിക്കുക എന്നുള്ളത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇത് ഈ ഒരു ഇതിലല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഇതിൽ ഇത് യൂസ്ഫുൾ ആവും, നമുക്കിത് കിട്ടും എന്നുള്ളത് തന്നെ എയിം ചെയ്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, ഇത് ഒരിക്കലും ഇത് വേസ്റ്റ് ആണ് അല്ലെങ്കിൽ എന്താ പറയാ ഇത് ഇങ്ങനൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങൾ എപ്പോഴും ഇതെനിക്ക് കിട്ടും, എനിക്ക് ഇനിയിപ്പോ കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത ടൈമിൽ ഞാൻ പിടിക്കും. ഓക്കെ, ഇത് എന്താണ്, ഇതിന്റെ ഒരു ഇതാണ്, അതിൽ ആ ഒരു ടൈം ആയിട്ടില്ലെങ്കിൽ അടുത്ത ടൈമിൽ ഞാനത് എന്തായാലും നേടിയെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. പക്ഷെ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ടേമിൽ തന്നെ ഞാൻ ഇത് ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കാം. എന്നിട്ട് എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനിക്കാനായിട്ട് നമ്മുടെ നിലപാടുകൾ മാറ്റാം. ഓക്കെ, നിലപാടുകൾ മാറ്റാനായിട്ടുള്ളതാണല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ നിലപാടെടുക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യേണ്ടത് എന്താണ്, ഈ ഡിസംബറിൽ അല്ലെങ്കിൽ ഇനി എനിക്ക് നെറ്റ് ഇല്ല, അല്ലെങ്കിൽ JRFന്റെ പ്രിപ്പറേഷൻ ഇനി ഞാൻ കൊണ്ടുപോകില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് നിലപാട് മാറ്റാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, JRF അല്ലെ നെറ്റ് ഈ ഒരു ടേമിൽ തന്നെ ഞാൻ അച്ചീവ് ചെയ്യും, അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ആൻഡ് ഈ ഞാൻ ചെയ്യുന്ന പ്രിപ്പറേഷൻസ് എല്ലാം ഒരു നെഗറ്റീവ് ആണ് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കാതിരിക്കുക, കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക.
ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് ഒരു നല്ല ഔട്ട്കം കൊണ്ട് തരും എന്നുള്ളത് എന്ത് ചെയ്യാം, വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ്, എങ്ങനെയാണ് JRF അല്ലെങ്കിൽ നെറ്റ് കൊമേഴ്സിൽ ക്രാക്ക് ചെയ്യാം? ഓക്കെ, ഒരുപാട് സബ്ജക്റ്റിൽ ഡിഫറെന്റ് കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് JRF ക്രാക്ക് ചെയ്യാനും ഇത് തന്നെയാണ് എന്നുള്ളതാണ്. അത് ഞാൻ ഒരുപാട് ടെസ്റ്റിമോണിയൽസിൽ കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാ JRF ഹോൾഡേഴ്സും നെറ്റ് ഹോൾഡേഴ്സും ആകെ ഇത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിലബസ് കവർ ചെയ്തു, അവർ സിലബസ് കവർ ചെയ്തു, പ്ലസ് അവർ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തു, പ്ലസ് റിവിഷൻ കൊണ്ട് മാത്രമായില്ല, PYQs വർക്ക്ഔട്ട് ചെയ്തു. PYQs കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഞാനൊരു 10 സെറ്റ് PYQs എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, മെന്റർ ആയതിനു ശേഷം ഒരു 3 സെറ്റ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, PYQs വർക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 1 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നിന്നുള്ള ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി ബേസിസിൽ വർക്ക്ഔട്ട് ചെയ്ത് പോകണം. ഓക്കെ, ഡാറ്റയിൽ 5 ക്വസ്റ്റ്യൻസ് അല്ലേ ഉണ്ടാവുക, ആ 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒരു സെറ്റ് ഒരു ദിവസം, രണ്ടാമത്തെ സെറ്റ് രണ്ടാമത്തെ ദിവസം, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ സെറ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഈ ഒരു 4 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഷുവർ ആണ്. ആൻഡ് നിങ്ങൾക്ക് അതിന്റെ കൂടെ എക്സാം മാനേജ്മെന്റ് കാര്യങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഉള്ള ഒരു അത്ര എന്താ പറയാ ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് JRFും അവിടെ എൻഷുർ ചെയ്ത് തരാനായിട്ട് എനിക്ക് പറ്റും. ആൻഡ് ഇതിനൊക്കെ ഇനഫ് ടൈം ഉണ്ടോ എന്നുള്ളത് കൂടെയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. മെന്റേഴ്സ് ടിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, it's not about how much you have studied or how many books you have read. It's about how well you can recall, connect and eliminate options. Okay, നിങ്ങൾക്ക് എത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഓപ്ഷൻസിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ആൻസറിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം എന്നുള്ളത്. അപ്പം ഇന്ന് ഞാനൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബില്, BMN HRMൽ. ഓക്കെ, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRMൽ ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ഇപ്പം ഡിസംബർ ടേമിൽ അല്ലെങ്കിൽ ജൂൺ ടേമിലായിട്ട് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM എന്ന് ഒരുപാട് പുതിയ കോൺസെപ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പുതിയ കോൺസെപ്റ്റുകളിൽ നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു ജനറൽ ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇപ്പം ഒരു അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സെലക്ട് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ഗൈഡ് ലൈൻസ് അല്ലാത്തത് ഏതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം A എന്നുള്ള ഓപ്ഷൻ ആണ്, A എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മെട്രിക് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് വായിച്ച ഉടനെ തന്നെ മനസ്സിലാവും. അപ്പം ആ A ഇല്ലാത്ത ഒറ്റ ഓപ്ഷനെ ആ ഒരു ഇതിലുണ്ടാവുമായിരിക്കുള്ളൂ, ഒറ്റ ഓപ്ഷനെ ആ ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് എന്താ പറയാ, എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എപ്പോഴും കുട്ടികളുടെ അതാ പറയാം, ഇപ്പം എല്ലാ യൂണിറ്റ്സിനെ പറ്റിയിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് അതിന്റെ കൂടെ നിങ്ങൾ PYQ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ഹാക്സ്, ഓക്കെ, സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ടും നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. നമുക്കൊരു ജനറൽ ഐഡിയ എല്ലാ സബ്ജക്റ്റിനെ പറ്റി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ എലിമിനേഷൻ മെത്തേഡിലൂടെയും ബാക്കി കണക്ട് ചെയ്ത് ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങളും അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഏതെങ്കിലും ഒരു ടഫ് സബ്ജക്റ്റ് ആണ്, അത് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പിന്നെ യൂസ് കൺസൈസ് നോട്ട്സ്. അതായത് നമുക്കിപ്പം എന്താ പറയാ, ആകെ 55 ദിവസമാണുള്ളത്. ആൻഡ് നിങ്ങളൊരു ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽസ് കംപ്ലീറ്റ് വായിക്കാനായിട്ട് നോക്കണം. അല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്വിക്ക് നോട്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം നോട്ട് എഴുതണം എന്ന് ഞാൻ ഒരു 55 ഡേയ്സിന്റെ ക്രാഷ് ബാച്ചിലോട്ട് വരുന്ന കുട്ടികളോട് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല. നോട്ട് എഴുതി അത് ക്ലാസ് കേട്ട് പിന്നെ നോട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടെ ടൈം അവിടെ കൺസ്യൂമിങ് ആണ്, അല്ലെ, ടൈം കൺസ്യൂമിങ് ആണ് അത്. ഞാൻ പറയില്ല നിങ്ങളോട് നോട്ട് എഴുതാനായിട്ട്. ബാക്കിയുള്ള കുട്ടികളുടെ ആണെങ്കിൽ ഞാൻ പറയും നോട്ട് എഴുതി പഠിച്ചോളൂ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നോട്ട് എഴുതിയിട്ട് സമയം കളയരുത്. നിങ്ങൾ ക്ലാസ്സസ് കാണുക. ആൻഡ് ഈ ഒരു മെറ്റീരിയൽസ് PDF മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വിക്ക് നോട്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ജനറൽ ഐഡിയ കിട്ടാനായിട്ടും. ആൻഡ് ഈ ഒരു ക്വിക്ക് നോട്ട്സ് വെച്ചിട്ട് സെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ
നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആ വോയിസസ് അയച്ചു തരാനായിട്ട് പറ്റും. ഓക്കെ. അതായത് സെറ്റ്, നമ്മുടെ കേരള സെറ്റ് എക്സാം ഇല്ലേ, ഞാൻ ഇവിടെ ജോയിൻ ചെയ്തപ്പം എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചു, മാം എനിക്ക് ഇങ്ങനെ സെറ്റ് എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് എനിക്ക് ക്യുക്ക് നോട്ട്സ് ഒന്ന് അയച്ചു തരുമോ, ആകെ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് ക്യുക്ക് നോട്ട് അയച്ചു കൊടുത്തു. അത് ഞാനിങ്ങനെ അയച്ചു കൊടുത്തു, ജസ്റ്റ് അയച്ചു കൊടുത്തു. പിന്നെ സെറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ കുട്ടി വിളിക്കുന്നു. ഞാൻ എന്തോ ആണെന്ന് കരുതിയിട്ടാ ഫോൺ എടുക്കുന്നത്, എന്ത് പറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. കാരണം കുറച്ച് ദിവസത്തിന് കുട്ടീൻ്റെ ഒരു വിവരമില്ല. അപ്പം എന്ത് പറ്റി എന്ന് വിചാരിച്ചിട്ടാണ്, സാധാരണ എന്തെങ്കിലും ആപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ആക്സസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ഫോൺ എടുത്തപ്പോഴാണ് സെറ്റ് എക്സാമിന്റെ റിസൾട്ട് കിട്ടിയത് വിളിച്ച് പറയാനാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വെൻഡറാണ്. ഓക്കെ, നെറ്റ് എക്സാമിന്റെ വെൻഡറാണ്. പക്ഷെ നമുക്ക് എന്താണ് അവിടെ ആ കുട്ടീന്റെ ഒരു സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തതിന്റെ സന്തോഷം കൂടെ നമ്മളതിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അത്ര എന്താ പറയാ, അത്ര കോമ്പറ്റീഷൻ കുറവുള്ള ഏരിയ അല്ല സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നില്ല, സെറ്റ് എക്സാമും സെറ്റും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പം അത്തരത്തില് ഒരു സെറ്റ് എക്സാം കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ക്വിക്ക് നോട്ട്സ് ത്രൂ കിട്ടുന്നുണ്ട്, ആൻഡ് നമ്മുടെ നെറ്റും കിട്ടാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഐഫറിലുള്ള എല്ലാ റിസോഴ്സസും നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് JRF അല്ലെങ്കിൽ നെറ്റ് ഷുവർ ആണ്. ഓക്കെ. അപ്പം അതിനുള്ള ഒരു എക്സാമ്പിൾ മേ ബി ഞാൻ തന്നെ ആയിരിക്കാം. ആൻഡ് JRFന് എനിക്ക് എക്സാമ്പിൾ പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ എനിക്ക് ഐഫറിനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഐഫറിൽ ഇനഫ് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത് എന്ന് പറയാനായിട്ട് പറ്റില്ല. എൻ്റെ ഒരു എക്സാം മാനേജ്മെന്റ്, എൻ്റെ ഒരു സ്ട്രെസ് കാര്യങ്ങളാണ് അവിടെ എൻ്റെ JRF അവിടെ മിസ്സാക്കിയത് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഓക്കെ. പിന്നെ ഫോക്കസ് ഓൺ ഇന്റർ കണക്ഷൻ ഓഫ് ടോപ്പിക്സ് എന്നുള്ളത്, അതായത് റിസർച്ചിലുള്ള പല ഏരിയാസും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാറുണ്ട്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന പല ഏരിയാസും ചെയ്യുന്നുണ്ട്, ഇപ്പം റിസർച്ചിൽ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ടോപ്പിക്സ് തമ്മിൽ എന്തുണ്ട്, ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് അപ്പം നമ്മൾ റിസർച്ച് മാത്രം പഠിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിസർച്ചിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ഈ പറഞ്ഞ പോലെ അൺനെസസറി ഡെപ്ത് ഇപ്പം ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് ഇപ്പം ഒഴിവാക്കുക. PYQ ബേസ്ഡ് ആയിട്ട് എപ്പോഴും സ്ട്രെസ് ചെയ്ത് പറയാം, PYQ ബേസ്ഡ് ആയിട്ട് പഠിക്കുക ആൻഡ് സിലബസ് ബേസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, സിലബസ് കവർ ചെയ്യുക പ്ലസ് PYQ ചെയ്തിട്ട് എന്തൊക്കെയാണ് NTA ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് സിലബസ് എന്ന് അവര് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് ഇന്ന യൂണിറ്റിൽ നിന്നാണെന്ന് മനസ്സിലാവും, പക്ഷെ അവരെന്താണ് അവരുടെ ഒരു വേ ഓഫ് എന്താണ് ക്വസ്റ്റ്യൻ ആസ്കിങ് സ്റ്റൈൽ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനഫ് PYQs ചെയ്യണം. ഓക്കെ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 സെറ്റോളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ. ആൻഡ് ഡെയിലി ബേസിസിൽ ഒരു 10-20 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്താലും മതി. ആൻഡ് നിങ്ങൾക്ക് PYQ ചെയ്യാനായിട്ട് ഇനി ടൈം ഇല്ല എങ്കിൽ ഇവിടെ PYQ ബേസ്ഡ് JRF ക്ലബുകൾ ഉണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ ജൂൺ 2025 ടേമിലെ ഒരു സെറ്റ് ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലൊരു 19 ക്വസ്റ്റ്യൻസ് ആണ് പെൻഡിങ് ഉള്ളത്. 19 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ 10 ക്വസ്റ്റ്യൻസ് റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതിലൊരു പ്രോപ്പർ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് 9 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജൂൺ 2025 ടേമിലെ PYQ അതേ ഓർഡറിൽ. ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, JRF ക്ലബ്ബ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, അതായത് നിങ്ങൾക്ക് PYQs ചെയ്യാൻ ഇനഫ് വർക്ക്ഔട്ട് ചെയ്യാൻ ഇനഫ് ടൈം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു JRF ക്ലബിന്റെ റെക്കോർഡിങ്സ് കണ്ടാൽ മതി. JRF ക്ലബിന്റെ റെക്കോർഡിങ്സ് കാണാം. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഓരോ JRF ക്ലബിന്റെയും ലൈവും കാണാം. ഓക്കെ. പേപ്പർ 1ന്റെ JRF ക്ലബ്ബ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. ഈ ഒരു ക്രാഷ് ബാച്ചിന്റെ അഡ്മിഷൻ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുള്ളൂ, അവിടെ JRF ക്ലബ്ബ് തുടങ്ങാം എന്നുള്ള രീതിയിൽ, പേപ്പർ 1ന്റെ JRF ക്ലബ്ബ് 5 AM JRF ക്ലബ്ബ് തുടങ്ങാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഓക്കെ. ആൻഡ് പേപ്പർ 2ന്റെ തുടങ്ങിയിട്ടുണ്ട്, ഒരു 5-6 സെഷൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് JRF ക്ലബ്ബുകൾ, പേപ്പർ 2ന്റെ JRF ക്ലബ്ബുകൾ വരിക വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. ഓക്കെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഈ ഒരു നാലെണ്ണത്തിൽ ഒരു 2-3 സെഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പം ബുധൻ വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ആ ഒരു ടൈമിന്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതുവരെയുള്ള ഈ 6 സെഷൻസ് നിങ്ങൾ കണ്ടു തീർത്താൽ മതി. ഓക്കെ. പിന്നെ ആ ഒരു ലൈവ് സെഷൻസിൽ തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് നോക്കാം. ഓക്കെ. അപ്പം നിങ്ങളുടെ PYQ
സെറ്റാക്കുക എന്നുള്ളത് ഇവിടെ ഒരു മെക്കാനിസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് PYQ ഇനി എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. എനിക്ക് ടൈം ഇല്ലല്ലോ, PYQ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം ഇല്ലല്ലോ എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതിന്റെ മെറ്റീരിയലും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബോറടിക്കുന്നുണ്ടോ? ഹലോ, ഓഡിയബിൾ അല്ലേ? ഓഡിയബിൾ ആണോ ഒന്ന് പറയണേ. ഒന്ന് പറയൂ. ഹലോ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചില സബ്ജക്റ്റിലൊക്കെ പറയാറുണ്ട് ഇന്ന ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇന്ന ഏരിയ ഇന്ന യൂണിറ്റ്സ് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയാറുണ്ട്. ഒരു 13 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. നമ്മുടെ കൊമേഴ്സിൽ അങ്ങനെ ഇല്ല കേട്ടോ. അതായത് ഇന്നൊരു ഏരിയയിൽ നിന്ന് എന്താണ് ഒരു ഇത്ര ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിന്നാണ് ചോദിക്കുക എന്ന് പറയാനായിട്ട് പറ്റില്ല. അവര് പല ടേമില് പല യൂണിറ്റ്സിന് എന്ത് ചെയ്യാറുണ്ട്, അധിക ക്വസ്റ്റ്യൻസ്. ഇപ്പം ഡിസംബർ ടേമിലൊക്കെ BMNHRM എന്നാണ് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. ഇന്ന് ഞാൻ അതിൻ്റെ നോക്കിയപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജൂൺ ടേമിനെ അപേക്ഷിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, BMNHRM എന്ന് ഡിസംബർ ടേമിൽ ചോദിച്ചിട്ടുണ്ട്. അതിങ്ങനെ മാറി മാറി വരും. ജൂൺ ടേമിൽ പക്ഷെ അങ്ങനെ ഒരുപാട് ചോദിച്ചിട്ടില്ല. എല്ലാം ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ യൂണിറ്റ്സിനും ഇനഫ് 10 അല്ലെങ്കിൽ 11 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവര് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെ ഒരു എന്താ പറയാ, യൂണിറ്റ് വൈസ് ഒരു ഇമ്പോർട്ടൻസ് പറയാനായിട്ട് പറ്റില്ല. ഇനി അതിൽ പറയാനുള്ളത് ഓരോ യൂണിറ്റിലെയും ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, അതായത് ഇപ്പൊ എക്കണോമിക്സിലാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ഒരു ക്വസ്റ്റ്യൻ അവർ എല്ലാ ടേമിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ BMNHRM നിന്ന് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മുടെ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി. അതിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ ടേമിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പല വേയിലാണ് അത് ചോദിക്കുക എന്നുള്ളതാണ്. ടോപ്പിക് സെയിം ആയിരിക്കും, പക്ഷെ പല വേയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അതുമായിട്ട് ഇങ്ങനെ എന്താ പറയാ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പല കണ്ടന്റും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ട്രെൻഡാണ് NTA-ക്ക് കൊമേഴ്സിൽ ഉള്ളത്. ഓക്കെ, ഇപ്പൊ മെട്രിക്സ് ഓർഗനൈസേഷനിലാണെങ്കിൽ ആദ്യത്തെ ഒരു ഇതില് മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഒരു എന്താണ് മെട്രിക്സ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു. പിന്നീട് വരുന്നത് മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് അവർ ചോദിക്കുന്നത് മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഒരു ഗൈഡ് ലൈൻ ആണ്. അപ്പൊ അങ്ങനെ എന്താണ് ഒരു ടോപ്പിക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ ചില ടോപ്പിക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം ഏതൊക്കെ ടോപ്പിക്കാണ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 6 ക്വസ്റ്റ്യനും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഒരു 6 ക്വസ്റ്റ്യൻ, മാക്സിമം ഒരു 6 ക്വസ്റ്റ്യൻസ് എന്താണ് എല്ലാവർക്കും, അതായത് ഒരു ജനറൽ ഐഡിയ വെച്ച് പോകുന്ന ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതങ്ങനെ തന്നെയാണ്. ആൻഡ് നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഒരുപാട് കുട്ടികൾ പറയും, അയ്യോ എന്ത് ടഫാ മിസ്സേ, ഇതൊക്കെ എങ്ങനെ പഠിക്കുക, ഇതൊക്കെ എന്താ ക്വസ്റ്റ്യൻ വരിക എന്നൊക്കെ ചോദിക്കും. ആ ഒരു ടൈമിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. നമ്മൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അതിന്ന് ഉറപ്പുവരുത്തുക, അത് മിസ്സാക്കരുത്. ആൻഡ് അതുപോലെ തന്നെ മോഡറേറ്റ് ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഈ പറയുന്ന പോലെ ഉറപ്പാണ്. നമുക്ക് എന്താ പറയാ, കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള, അതായത് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു 3 ക്വസ്റ്റ്യൻ എന്തായിരിക്കും അതിലുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും മോഡറേറ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യനും കിട്ടിയാൽ തന്നെ നമുക്ക് അവിടെ 9 ക്വസ്റ്റ്യൻ അവിടെ കിട്ടി എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് 1 or 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളൊരു അപ്രോക്സിമേറ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. അത് ചിലപ്പം എന്താ പറയാ, ഇതുപോലെ പുതിയ ഏതെങ്കിലും ടോപ്പിക് എന്നാവാം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നമുക്ക് വായിക്കുമ്പോ തന്നെ വായിച്ച ആ ക്വസ്റ്റ്യനും ഈ ഒരു ആൻസേഴ്സും തമ്മിൽ എന്താണ് ഒരു കണക്ഷൻ ഇല്ലാതെ, ഒരു ലോജിക് ഇല്ലാത്ത പോലൊക്കെ നമുക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒറ്റ ക്വസ്റ്റ്യനേ ഉണ്ടാവുള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ പതറരുത്. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ 9 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ഏരിയാസ് 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും.
ഓക്കെ, അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ PYQ കാര്യങ്ങൾ ചെയ്യണം. അത്രയും ഇമ്പോർട്ടന്റ് ആണ് PYQ ചെയ്യാന്നുള്ളത്. ഒരിക്കലും ഞാൻ പറയില്ല സിലബസ് കവർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ അതിന്റെ കൂടെ PYQ കൂടെ പ്രാക്ടീസ് ചെയ്യണം. PYQ കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് നോക്കണം. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു റിവിഷനും ആയി, ആൻഡ് പ്ലസ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ സിലബസിന് പുറമേ നിന്നുള്ള കണ്ടന്റ് പഠിക്കലും ആയി എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ യൂണിറ്റ് വൈസ് ഇമ്പോർട്ടൻസ് നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് അങ്ങനെ എന്താണ് ഇന്ന ഏരിയ എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് പറയുന്നില്ല. പക്ഷെ എടുത്തു പറയാനായിട്ടുള്ളത് ഈ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRMന്റെ ഒരു കാര്യമാണ്. ഇപ്പം ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRMൽ ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാവും. നമ്മൾ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRMൽ കോൺസിക്യൂട്ടീവ് പ്രീവിയസ് ടേംസിലായിട്ട് അവര് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ PGയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PGയിൽ പഠിച്ചിട്ടുണ്ടാവും ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് മാനേജ്മെന്റിന്റെ അണ്ടറിൽ നമുക്ക് ഈ ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ അല്ലെങ്കിൽ പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി, അതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്സാണ്. പക്ഷേ ഇപ്പം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് മാനേജ്മെന്റ്, നമ്മുടെ സബ്ജക്ട് മാനേജ്മെന്റ് ഉണ്ടല്ലോ, MBA ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ എഴുതുന്നത്, ആ മാനേജ്മെന്റിലെ ഒരു യൂണിറ്റ് ആണ് എന്ത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷണൽ ബിഹേവിയറിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, ഈ കൊമേഴ്സിൽ ചോദിച്ചു വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ എന്താ ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാനേജ്മെന്റുമായിട്ട്, ഇവിടെ ഹെഡുകളുമായിട്ട് സംസാരിച്ചിട്ട് മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന ആ ഒരു പേപ്പർ, ആ പേപ്പറിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ത് ചെയ്തു, നമ്മുടെ കൊമേഴ്സിന്റെ കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുത്തു. ഓക്കെ, കാരണം കുട്ടികൾക്ക് ഒരു മാർക്ക് പോലും മിസ് ആവരുത്. ഇവിടെ ഇനഫ് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ എന്ത് ചെയ്തു, പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അതും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ബിസിനസ് മാനേജ്മെന്റിലാണ് അങ്ങനെ ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള ആ ഒരു ഏരിയനെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ച് കാണുന്നുണ്ട്. പെർസെപ്ഷൻ, ഓക്കെ, ഇത് മാനേജ്മെന്റിന്റെ ഫാക്കൽറ്റി, ഐ മീൻ ക്ലാസ്സസ് ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റെക്കോർഡിങ്സ് ആണിത്. അപ്പൊ അവിടെ എന്താണ് OBന്റെ PYQ, അപ്പം ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ PYQ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ലേണിംഗ്, പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കൂടെ അല്ല, ഞാൻ ഒരു 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വരെ ഈ ഒരു പെർസെപ്ഷന്റെ ക്വസ്റ്റ്യൻ ഒക്കെ അതിലുണ്ട്. പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, നമുക്ക് എന്താണ്, നമ്മൾ ജസ്റ്റ് പെർസെപ്ഷൻ മാത്രം എന്താണെന്നേ കൊമേഴ്സുകാർ പഠിക്കുന്നുള്ളൂ. പക്ഷെ ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ OBന്റെ അണ്ടറിൽ ഈ പെർസെപ്ഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഞാനിപ്പം അവരുടെ മെറ്റീരിയൽ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരത് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അവരുടെ ഒരു PYQ ക്ലാസ്സസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു മെറ്റീരിയൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വായിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പെർസെപ്ഷൻസും പേഴ്സണാലിറ്റീന്റെ അണ്ടറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പേഴ്സണാലിറ്റീന്റെ അണ്ടറിൽ വരുന്ന ഓരോരോ മോഡൽസ്, അത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു സെഷൻ ഇന്ന് ലൈവിൽ പോയിട്ടുണ്ട്. അപ്പം അത് നോക്കുക, അതിൽ കുറച്ച് കാര്യങ്ങൾ ബിസിനസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു 55 ഡേയ്സ് ഇനഫ് ആണോ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ നമുക്ക് എനിക്ക് നിങ്ങൾക്ക് മുന്നിലോട്ട് വെച്ച് തരാനായിട്ടുള്ളത് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻസ് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താ വിസിബിൾ ആവുന്ന സ്ക്രീനിൽ, എന്താ സ്റ്റഡി പ്ലാൻ ആണോ, സ്റ്റഡി പ്ലാൻ ആണോ കാണുന്നേ, സ്റ്റഡി പ്ലാൻ ആണോ, എന്താ കാണുന്നേ? നോ മിസ്, ഓക്കെ ഓക്കെ ഫൈൻ, ഓക്കെ ഓക്കെ
ഇപ്പം സ്റ്റഡി പ്ലാൻ അല്ലേ കാണുന്നേ? ഇപ്പൊ സ്റ്റഡി പ്ലാൻ അല്ലേ? മിഷൻ 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അല്ലേ കാണുന്നേ? യെസ്. ഓക്കെ. ഇതാണ് നമ്മുടെ കൊമേഴ്സിന്റെ സ്റ്റഡി പ്ലാൻ വരുന്നത്. പേപ്പർ 1ന്റെ സ്റ്റഡി പ്ലാൻ അനാലിസിസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് ഉടനെ തന്നെ കിട്ടും. കഴിഞ്ഞിട്ടില്ലല്ലോ? നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? യെസ്, PDF ഷെയർ ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ ആ ഒരു 55 ഡേയ്സ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഇല്ലേ, അതിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആൻഡ് സിലബസും അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതിലൊരു 10 പേജ് ഉണ്ട്. ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സിലബസിലെ ഓരോ ടോപ്പിക്സും ഡേ വൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻട്രൊഡക്ഷൻ, നേച്ചർ, ഇന്നത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിലൊക്കെ ഈ ഒരു ടോപ്പിക്സിലൊക്കെ ക്ലാസ്സസ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പം 5-ാം തീയതി ബിസിനസ് ഫിനാൻസിൽ നിന്ന് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഒരു 2 ക്ലാസ് ഒക്കെ വരുള്ളൂ. ഓക്കെ, 2 ക്ലാസ് ഒക്കെയാണ് മാക്സിമം വരുന്നുള്ളൂ. ഇങ്ങനൊരു 2.5 മണിക്കൂർ, ഐ മീൻ 2 ക്ലാസ് അല്ലെങ്കിൽ ഒരു 3 ക്ലാസ്. നമ്മൾ 55 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ഫുൾ ഡേ ഇരുന്ന് പഠിക്കാൻ പോകുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊരു ഭാരിച്ച പണിയായിട്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പം ചില ദിവസങ്ങളിൽ കുറവായിരിക്കും, കണ്ടന്റ് കുറവായിരിക്കും, കുറച്ചേ ക്ലാസ്സസ് കാണാനായിട്ട് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. ആൻഡ് പിന്നെ ഇപ്പൊ 9-ാം തീയതി കഴിഞ്ഞാൽ 10-ാം തീയതി CPUIQ ചെയ്യണ്ടേ. നമുക്ക് ഇവിടെ ബിസിനസ് ഫിനാൻസിന്റെ ഒരു ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ടേമിലെയും ബിസിനസ് ഫിനാൻസിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് CPUIQs എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസ്ഡ് PYQs എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അത് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡെയിലി ടെസ്റ്റ്, ഐ മീൻ ക്വിക്ക് നോട്ട്സ് സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ചില ക്വിക്ക് നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പം CPYQ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു 10-ാമത്തെ ദിവസം എടുക്കുക. ആൻഡ് പിന്നെ പറയാനുള്ളത്, ഇപ്പം ഈ കാറ്റഗറൈസ്ഡ് PYQs എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് എന്താണ്, ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക, കുട്ടികൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇപ്പൊ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡെയിലി ടെസ്റ്റുകളായിട്ട് ഇവിടുന്ന് പോകുന്നത്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത്, ഐ മീൻ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ ഡെയിലി ടെസ്റ്റുകളായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല വന്നിട്ടുണ്ടായിരുന്നത്, ഐഫർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഇവിടെ എന്താണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് PYQs പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ ഡെയിലി ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, PYQs ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഈ ഡെയിലി ടെസ്റ്റുകളുടെ ഒക്കെ ഡിസ്കഷനും നടക്കുന്നുണ്ട്. നിങ്ങൾ ടെസ്റ്റ് മാത്രമല്ല അറ്റൻഡ് ചെയ്യുന്നത്, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, അവിടെ നിങ്ങൾ നിർത്തുമല്ലോ അല്ലെ, സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ്, ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പോകും അല്ലെ. ഇനി ആ ഒരു ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ടെസ്റ്റും കഴിയുന്ന ഓരോ ടെസ്റ്റിന്റെ എന്ത് നടക്കുന്നുണ്ട്, ഡെയിലി ടെസ്റ്റ് ഡിസ്കഷനും നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു ആൻഡ് അതിന്റെ ഒരു ഡിസ്കഷൻ കൂടെ വരുന്നുണ്ട്. അപ്പം ഡബിൾ ആയിട്ട് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാണ്. പിന്നെ JRF ക്ലബിൽ ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ ഇങ്ങനെ സബ്ജക്ട് സ്പെസിഫിക് അല്ല, JRF ക്ലബ്ബ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒരു നിങ്ങൾ എന്താണ് ഡെയിലി ടെസ്റ്റിൽ ഓൾറെഡി നിങ്ങൾ യൂണിറ്റ് വൈസ് പഠിക്കുന്നുണ്ട്. അപ്പം JRF ക്ലബ്ബ് എന്ത് ചെയ്തു, മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു. അതായത് ഇപ്പം അപ്പൊ എനിക്ക് പറയാനായിട്ട് പറ്റും, ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു ബോധ്യം ഉണ്ടാവും. അതായത് ഞങ്ങൾ ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം ഓരോ ടോപ്പിക് വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, പഠിക്കണം. ആൻഡ് അതിനുശേഷം നിങ്ങൾ CPYQ ചെയ്യണം. പ്ലസ് അതിന്റെ അടുത്ത ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും വേണം. ഓക്കെ, ഒന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക,
ക്യുക്ക് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു ക്യുക്ക് നോട്ട് ഉണ്ടെങ്കിൽ ക്യുക്ക് നോട്ട് നിങ്ങൾക്ക് 1 ഡേ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നോട്ടാണ് ക്യുക്ക് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്യുക്ക് നോട്ട്സ് നിങ്ങൾക്ക് യെസ്, ഈ PDF ഷെയർ ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പം അത് ക്യുക്ക് നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സ് ഒക്കെ ആ ഒരു ക്ലാസ്സസിന്റെ പേരിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇൻകം ടാക്സ് ഒക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് CA ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലാസ്സസിന്റെ പേരിലാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് 2 ദിവസം 54ഉം 55ഉം, അതായത് ഡിസംബർ 28ഉം 29ഉം, അപ്പോഴും ഒരു ദിവസം കൂടെ അവിടെ ബാക്കിയുണ്ട് കേട്ടോ, ബാലൻസ് ഉണ്ട്. അപ്പം 28ഉം 29ഉം നമുക്ക് 30ഉം, ഓക്കെ, വേണമെങ്കിൽ 30 എടുത്തോളൂ, അല്ലെങ്കിൽ 31 എടുത്തോളൂ. കാരണം നമ്മുടെ എക്സാം ഇതുവരെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് എക്സാമിന് മുന്നേ ഒക്കെ ആയിട്ടാണ് നടന്നിട്ടുള്ളത്. ഇതുവരെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയാണ്, മേ ബി മാറാം. ഓക്കെ, പക്ഷെ ഇതുവരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ നമുക്ക് ഇനഫ് ടൈം ഉണ്ട്, ഒരുപാട് ടൈം അപ്പോഴും കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 സബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് 28, 29, 30, 31, 1, 2, 3 മൂന്നാം തീയതി വരെ പഠിച്ചാൽ മതി. ഓക്കെ, മൂന്നാം തീയതി വരെ ആകുമ്പോൾ 7 ദിവസം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ 1ൽ നിന്ന് ഒരു യൂണിറ്റ്, പേപ്പർ 2ൽ നിന്ന് ഒരു യൂണിറ്റ് ഒക്കെ വെച്ചിട്ട് ഡെയിലി ബേസിസിൽ റിവൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ മാത്രമല്ല ഒരു ടൈം ടേബിൾ കൂടെ തരുന്നുണ്ട്, ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ. ഓക്കെ, കൊമേഴ്സിലെ കുട്ടികൾക്ക് ഞാൻ മറ്റ് സബ്ജക്റ്റിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ല, മേ ബി ഉണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താണ് ഒരു സ്റ്റഡി പ്ലാൻ മാത്രമല്ല, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റും. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിലബസ് എടുത്തിട്ട്, സിലബസ് നമ്മുടെ സൈറ്റിൽ നിന്ന് കിട്ടും, NTA സൈറ്റിൽ നിന്ന് കിട്ടും. ആ സൈറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടൈം സ്പെസിഫിക് ആയിട്ട്, ടൈം ലിമിറ്റ് ആയിട്ട് നിങ്ങൾ ഒരു വിത്തിൻ ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ടൈം ടേബിൾ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 4:45 എന്നുള്ള, രാവിലെ 4:45 എന്നുള്ളൊരു ടൈമാണ് കൊടുത്തിട്ടുള്ളത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ JRF ക്ലബ്ബുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 5 മണിക്ക് എഴുന്നേക്കണം. 5 മണിക്കാണ് എന്ത്, നമ്മുടെ JRF ക്ലബ് സെഷൻ വരിക. അപ്പം അവിടെ 5 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു 4:45 എഴുന്നേക്കണ്ടേ, അല്ലേ? വേണ്ടി വരില്ലേ? 4:45 എഴുന്നേക്കേണ്ടി വരില്ലേ, നമ്മുടെ ബാക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ 4:45 എഴുന്നേക്കുന്നു. 4:45 എഴുന്നേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഐഫർ പോഡ്കാസ്റ്റ് കേൾക്കുക. ഡെയിലി നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകൾ വരുന്നുണ്ടാവും, അതിലേതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ഇരുന്ന് കേൾക്കുക. നിങ്ങൾക്ക് അത് എന്നും നിങ്ങൾക്ക് അത് എന്താണ്, ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാൻ അത് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു 5 മിനിറ്റേ വേണ്ടുള്ളൂ. പിന്നെ 4:50 മുതൽ 6:20 വരെയൊക്കെ, ഒരു 5 മണി 5:30, 5 മണി മുതൽ ഒരു 6:30 മണി വരെയൊക്കെ JRF ക്ലബ്ബുകൾ, പേപ്പർ 1ന്റെ JRF ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. JRF ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ്, JRF ക്ലബ്ബ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയാവും പേപ്പർ 1 കംപ്ലീറ്റ് പഠിക്കാനായിട്ട്. നിങ്ങൾ എന്താണ് പ്രീവിയസ് ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസോ കാര്യങ്ങളോ കാണേണ്ടതായിട്ട് ഉണ്ടാവില്ല, JRF ക്ലബ്ബുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഒരു നിങ്ങളുടെ ഡെയിലി റൂട്ടൈൻസ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നിങ്ങൾ എന്താണ് ഫ്രഷപ്പ് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു 6:50 മുതൽ ഒരു 8:20 വരെ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ 2ന്റെ സെഷൻ 1 കാണണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേപ്പർ 2ൽ നിന്ന് നമ്മൾ മാക്സിമം ഒരു 1 or 2 സെഷൻസ് അല്ലെങ്കിൽ ക്ലാസ്സസ് കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പേപ്പർ 2ന്റെ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. പിന്നെ അതിനുശേഷം പേപ്പർ 2ന്റെ നെക്സ്റ്റ് സെഷൻ കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ മെറ്റീരിയൽ റീഡിങ്ങോ എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 10:30 to 11:30 എന്ത് ചെയ്യാം, ഒരു 1 hour പേപ്പർ 1 പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് DI മാത്സ് പ്രാക്ടീസ് അത് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഈ ടൈം ലിമിറ്റ്സിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവണം. ഈ JRF ക്രാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, പിന്നെ 11:30 to 12:30 ഒരു ഉറക്കം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇനഫ് അങ്ങനെ ഇല്ലടാ, കൊമേഴ്സിന്റെ ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റൂല കേട്ടോ. ഓക്കെ,
ഒരു 31-ാം തീയതി ഇവിടെ എത്തുന്ന രീതിയിൽ തന്നെ പോന്നോളൂ, അല്ലെങ്കിൽ ഒരു 30-ാം തീയതി ഇവിടെ റീച്ച് ആവുന്ന രീതിയിൽ തന്നെ പോന്നോളൂ കേട്ടോ. ഓക്കെ, 30-ാം തീയതി ഇവിടെ ഇങ്ങോട്ട് എത്തുന്ന രീതിയിൽ. ആൻഡ് പിന്നെ വരുന്നത് നമ്മളൊരു ഇനഫ് ബ്രേക്കും എടുക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, എങ്കിലാണ് നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. അതായത് ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒന്ന് ഉറങ്ങുമ്പോഴാണ് അത് ഒന്ന് റീഓർഗനൈസ് ചെയ്യപ്പെടുക. ഒന്ന് ഓർഗനൈസ് ചെയ്യപ്പോഴാണ് ഉറങ്ങുമ്പോഴാണ് എന്നുള്ളത് ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ, അതായത് സൈക്കോളജിസ്റ്റുകൾ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനഫ് ഉറക്കം കാര്യങ്ങൾ, ബ്രേക്ക് കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് പേപ്പർ 1-ന്റെ അടുത്ത സെഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പേപ്പർ 1-ന്റെ ഇപ്പം നിങ്ങൾക്ക് 55 ദിവസം ഉള്ളത് കൊണ്ടാണ് ഒരു കുറച്ചൊരു എന്താ പറയാ എന്താ പറയാ ഒരു ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, പേപ്പർ 1-ന്റെ അടുത്ത സെഷൻ ഒരു മണിക്കൂറിന്റെ ഒരു സെഷൻ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ക്ലാസ്സസ് കാണണമെങ്കിൽ ക്ലാസ്സസ് കാണാം, അല്ലെങ്കിൽ മെറ്റീരിയൽ റീഡ് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ റീഡ് ചെയ്യാം. ഓക്കെ, പിന്നെ പേപ്പർ 2-ന്റെ സെഷൻ 3. അപ്പം നമ്മൾ 55 ദിവസം ആകുമ്പോൾ 3 സെഷനെങ്കിലും കാണണം കേട്ടോ. ഓക്കെ, പേപ്പർ 2-ന്റെ നെക്സ്റ്റ് സെഷൻ കാണുന്നു, ഒരു 1.5 മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് പിന്നെ ഒരു സ്ട്രെച്ച് ബ്രേക്ക് ഒക്കെ കൊടുക്കുന്നു. പിന്നെ 4 to 5 ഒരു 1 hour എന്ത് ചെയ്യാം, നിങ്ങൾ പേപ്പർ 2 PYQ പ്രാക്ടീസിന് യൂസ് ചെയ്യുക. അത് ഇ ബുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇ ബുക്ക് നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് കിട്ടും. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് തനിയെ ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ടാവില്ല, നിങ്ങൾ ഒറ്റക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ അടക്കം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഇപ്പം ഒരുപാട് ഞാനൊക്കെ JRF ക്ലബ് എടുക്കുമ്പം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ അത്രയും ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള JRF ക്ലബുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടെ ഒരു പെട്ടെന്ന് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒരു 1 hour PYQ പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരു ബ്രേക്ക് ആണ് വരുന്നത്. ആൻഡ് ഈ ബ്രേക്ക് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ആ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാം. ഓക്കെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ 7 മണി മുതൽ ഒരു 9-10 മണി വരെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, 10-10:30 വരെ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ 10:30 to ഒരു 4:45 വരെ നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുക. ഇനഫ് ടൈം ഉറങ്ങുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ പേപ്പർ 2-ന് വേണ്ടി നമ്മളൊരു 4 മണിക്കൂർ ഡെയിലി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പേപ്പർ 2 PYQ പ്രാക്ടീസ് ചെയ്യാനായിട്ട് 1 to 2 hour നമുക്ക് ടാർഗറ്റ് ചെയ്യാം. പിന്നെ പേപ്പർ 1 പഠിക്കാനായിട്ടും പ്രാക്ടീസിങ്ങിനായിട്ടും ഒരു 2 to 3 hours നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളൊരു 3 മണിക്കൂർ കൊടുക്കുന്നു. മൊത്തത്തിൽ നമ്മൾ എത്രയാണ് 10 to 11 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ 11 മണിക്കൂർ 55 ദിവസം നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ, നിങ്ങൾക്ക് JRF ഉറപ്പാണ്. ഓക്കെ, JRF ഉറപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം എന്താ പറയാ ഈ 3 മാസം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എന്താ പറയാ ക്ലാസ്സിനൊന്നും പോയില്ലല്ലോ, ഇനിയിപ്പോ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇനഫ് ടൈം ഇപ്പോഴും ഉണ്ട്. അതിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ വിത്ത് ടൈം ടേബിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങൾ ഇപ്പൊ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ട്. നമ്മൾ ആൻസൈറ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻസൈറ്റി ഒഴിവാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പൊ കുട്ടികളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും, എന്താ പറയാ, മാം എനിക്ക് ഇങ്ങനെ പേടിയാവുന്നുണ്ട് മാം. അപ്പം ഞാൻ പറയും, ഇങ്ങനെ ചിന്തിക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമുക്ക് 2 ടോപ്പിക് പഠിച്ചൂടെ, അല്ലെ? ഇങ്ങനെ ആൻസൈറ്റി വരുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചിന്തിച്ചിരിക്കുന്ന ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2 PYQ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ 2 ടോപ്പിക് കൂടെ പഠിക്കാം, അല്ലെങ്കിൽ എന്താ 2 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഒരു സെറ്റ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ആൻസൈറ്റി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിലങ്ങ് എൻഗേജ്ഡ് ആവുക. അവിടെ ബാക്കിയുള്ള ചിന്തകൾ കാര്യങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക. നമ്മളൊന്ന് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചിന്തകൾ, അതായത് നമ്മൾ ഇപ്പം ചില സാഹചര്യങ്ങളിൽ ചില എന്താ പറയാ കോട്സ് ഒക്കെ കാണാറുണ്ടല്ലോ, നമ്മൾ ഒന്ന് എൻഗേജ്ഡ് ആയാൽ തന്നെ നമ്മുടെ കുറച്ച് സങ്കടങ്ങളൊക്കെ നമ്മൾ അങ്ങ് മറന്നു പോകും, അല്ലെ? അതേപോലെയാണ് നമ്മൾ സ്റ്റഡീസിലോട്ട് അങ്ങ് എൻഗേജ്ഡ് ആയാൽ മതി. അപ്പൊ നമ്മുടെ ആൻസൈറ്റി ഒക്കെ താനേ കുറഞ്ഞോളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ,
നമ്മൾ ഇത് കിട്ടുമോ കിട്ടൂലേ എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ പഠിക്കരുത്. ഇത് ഇപ്പം ഈ ടേമിൽ കിട്ടിയില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ഞാൻ അടുത്ത ടേമിൽ അത് എടുക്കും. അല്ലെങ്കിൽ തന്നെ എന്താ പറയാ, ഇതിപ്പം പഠിക്കുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ആവൂല എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിൽ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരുപാട് നോട്ട് എഴുതി. ഇപ്പം ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് നോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തോന്നി ഇപ്പൊ ഈ നോട്ടൊക്കെ എഴുതുമ്പോൾ ഉണ്ടാവുമോ എന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ തന്നെ എന്നോട് സ്വയം ആശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് എന്താണ് എനിക്ക് ഒരു കോളേജിൽ ലെക്ചർ ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പൊ നെറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടുകയൊക്കെ ചെയ്യും. ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയാ, ഒരു ഡീറ്റെയിൽഡ് മെറ്റീരിയൽ നോക്കാൻ ചിലപ്പോൾ ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, എനിക്ക് നോട്ട് ഉണ്ട്, എന്റെ നോട്ട് വെച്ചിട്ട് എനിക്ക് സമ്മറൈസ് ചെയ്തിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയും പഠിക്കുന്ന കാര്യങ്ങളും ഒരിക്കലും എന്താവില്ല, വേസ്റ്റ് ആവില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആൻഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു കോച്ചിങ് ആൻഡ് കറക്റ്റ് ആയിട്ട് ഇത്രയും ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, JRF ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു മനുഷ്യന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലെ. ആകെ 24 മണിക്കൂറാണുള്ളത്, അതിൽ ഒരു 10 to 12 11 അവേഴ്സ് എന്ന് പറയുമ്പോൾ 12 അവേഴ്സ് തന്നെ കൂട്ടിക്കോളും. 12 അവേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് അത്രയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അയാൾക്ക് കുറച്ച് ബ്രേക്ക് ടൈം വേണം, ഫുഡ് കഴിക്കണം, ആൻഡ് അതിന്റെ കൂടെ ഉറങ്ങണം, കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പം അതും കൂടെ കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 55 ദിവസം ചെയ്യാൻ പോവുകയാണ് അല്ലെ. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്, നമ്മൾ പഠിക്കുന്ന കുട്ടികളാ അല്ലെ, നമ്മൾ ഇത്രയും പഠിക്കുന്ന കുട്ടികളാ. പിന്നെ നമ്മൾ ടെൻഷൻ ആവേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഓക്കെ ഓക്കെ അല്ലേ. ഈ ഐഫോൺ എന്നുള്ള പേരിലുള്ള ആളുടെ പേരെന്താ, ഐ മീൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്, ഒന്നുമില്ല. ഓക്കെ, എന്തായിരുന്നു പേര് പറയാൻ ഓക്കെ ആണോ, ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാലോ. ഓക്കെ അസ്ന, ഓക്കെ. അപ്പം ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PYQs എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ JRF ക്ലബ്ബ് നിങ്ങൾക്ക് ഒരു ഫ്രീ JRF ക്ലബ്ബ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ബാക്കി തന്നെയാണ്. ഇപ്പം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് നോക്കുമ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 5 ടേം അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഷെയർ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് 5 ടേമിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 10 ടേം എടുത്തിട്ടുണ്ട്, 10 ടേമിലും വന്നിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പിന്നെ കോസ്റ്റ് CVP അനാലിസിസ് 4 ടേമിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അതിന്റെ ഒരു ഫ്രീക്വൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്, ഇത് ബാങ്കിങ്ങിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് ഫ്രീക്വൻസി ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്താണ്, ഇയേഴ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. ഇപ്പം RBI എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ടേം പോലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടേംസിൽ എന്ത് ചെയ്തിട്ടുണ്ട് RBI. അതുപോലെ തന്നെ കമ്മിറ്റീസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അപ്പം ഈ ഒരു ഫ്രീക്വൻസീസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മൾ ഐഫറിസം റൂം എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഐഫറിസം റൂമിൽ ഈ ഒരു ഇമ്പോർട്ടൻസിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിങ്ങിൽ ആദ്യം എടുക്കുക ഏത് ടോപ്പിക് ആയിരിക്കും, ഷെയർസ് ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും, ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, പിന്നെ കോസ്റ്റ് വോളിയം, അതായത് നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് പുറമെ നമ്മുടെ ക്ലാസ്സുകൾക്ക് പുറമെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ സെഷൻസ് അവിടെ വരുന്നുണ്ട്. ഇമ്പോർട്ടൻസിന്റെ ബേസിൽ PYQs അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഇമ്പോർട്ടൻസിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഫ്രീക്വൻസീസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് മാനേജ്മെന്റ് HRM അനലൈസ് ചെയ്യുമ്പോൾ 15 ടേം അനലൈസ് ചെയ്തപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈനിൽ നിന്ന് 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മോട്ടിവേഷൻ തിയറീസ് 13 തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലീഡർഷിപ്പിൽ നിന്ന് 10 തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ ബിഹേവിയർ, ട്രേറ്റ്സ്, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ഇതിന് 9 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത്രയും ഫ്രീക്വൻസീസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഈ ഒരു കൊടുത്തിട്ടുള്ളത് നമ്മുടെ എക്കണോമിക്സ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എക്കണോമിക്സിൽ മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് ഒരു
10 ടേം അനലൈസ് ചെയ്യുമ്പോൾ 10 ടേമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചറിനും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനും ഉള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു ഐഫർസർ റൂമിൽ ഇതിന്റെ ബേസിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു അനാലിസിസിന്റെ ബേസിൽ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറൈസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികൾക്ക് പോലും, നമ്മുടെ കുട്ടികൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, PDF രൂപത്തിൽ കൊടുക്കുന്നില്ല. അതായത് പബ്ലിക്കിലോട്ട് ഷെയർ ചെയ്യപ്പെടും എന്നുള്ളത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഐഫർ അത് മെന്റേഴ്സിന്റെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കാറ്റഗറൈസ്ഡ് മെറ്റീരിയലിൽ 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന് കോർ ടോപ്പിക്, രണ്ടാമത്തേത് ഡീപ് ഡ്രൈവ്, മൂന്നാമത്തേത് ബിയോണ്ട് ദ ഹൊറിസോൺ. ഓക്കെ, നമ്മൾ ഈ കോർ ടോപ്പിക്കിൽ PYQs അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, PYQs അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ പുതിയ കണ്ടന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്, അതൊക്കെ എന്ത് ചെയ്യാണ്, ഒരു കാറ്റഗറൈസ് ചെയ്ത് ക്രോഡീകരിച്ച് കൊടുക്കുകയാണ് കോർ ടോപ്പിക്കിന്റെ അണ്ടറിൽ ചെയ്യുന്നത്. രണ്ടാമത്തേത് വരുന്നത് ഡീപ് ഡ്രൈവ് ആണ്. ഡീപ് ഡ്രൈവിൽ PYQൽ ചോദിച്ചിട്ടുള്ളതും ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാ കണ്ടന്റും ഉണ്ടായിരിക്കും ഡീപ് ഡ്രൈവിൽ. ആൻഡ് ബിയോണ്ട് ദ ഹൊറിസോണിലാണ് ഇനി എന്തൊക്കെ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മളിപ്പോ കൊമേഴ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ലേണിംഗ് മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊമേഴ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണ്, ബിയോണ്ട് ദ ഹൊറിസോൺ ആയിട്ടാണ് കൊടുക്കുന്നത്. അതും കൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തുള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ടേംസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നത്. സോ അത് ഞങ്ങളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്കുന്നതിൽ തെറ്റുണ്ടോ, ഞങ്ങൾ അത് പറഞ്ഞതിൽ തെറ്റ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് നിങ്ങളിപ്പോ PYQ അനലൈസ് ചെയ്ത് ആ ഒരു ടോപ്പിക്സ് ക്രോഡീകരിക്കാൻ എത്ര ടൈം എടുക്കും അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. സോ അത് നമ്മളുടെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് മാറ്റാൻ പറഞ്ഞു. അത് കമ്പനി ആ ഒരു സജഷൻ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉള്ള ഒരു അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ള, ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലീഗൽ ആസ്പെക്റ്റിന്റെ ഒരു അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരും എന്താണ് ഒരു ടഫായിട്ട് പറയുന്നതാണ് അല്ലെ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒക്കെ ഈ ഒരു ടോപ്പിക്കിലൊക്കെ എന്താ പറയാ, സാറ് അതായത് ഫാക്കൽറ്റീസ് എടുത്തതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഐഫറിസർ റൂം ത്രൂ അടിപൊളി ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ അസസ് യുവർ ഗ്രോത്ത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇനഫ് പഠിക്കുന്നുണ്ടോ, നമ്മൾ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനുള്ള ഒരു മെക്കാനിസം കൂടെ നമ്മുടെ ഐഫറിലുണ്ട്. ഐഫറിന്റെ ആപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട്സ്, ഐ മീൻ ഫോട്ടോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്, നമ്മുടെ ഈ ഒരു DC25 Com46 കോമേഴ്സിലെ ഒരു ലീഡർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് നിൽക്കുന്ന കുട്ടിക്ക് ഈ 699 പോയിന്റ് കിട്ടുന്നത്, ആ കുട്ടി ക്ലാസ്സസ് കാണുമ്പം 2 പോയിന്റ്, ആൻഡ് മെറ്റീരിയൽസ് റീഡ് ചെയ്യുമ്പോൾ 2 പോയിന്റ്, പിന്നെ നമ്മുടെ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 2 പോയിന്റ്, അങ്ങനെ മൊത്തത്തിൽ ഒരു 10 പോയിന്റ് ആണ് മൊത്തം ടെസ്റ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആ കുട്ടി അത്രയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കുട്ടിക്ക് ഫസ്റ്റ് പൊസിഷനിൽ എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സെക്കൻഡ് പൊസിഷനിലുള്ള ആള് അത്ര പോയിന്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ്, ആ ലീഡർ ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, എൻ്റെ ഒരു പൊസിഷൻ ആണ് ഇവിടെ കൊടുത്തുള്ളത്, 112ാമത്തെ ആളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എവിടെ വരെ എത്തി, ഇനി ഞാൻ എത്രത്തോളം പോവാനുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ആപ്പ് ഫീച്ചേഴ്സിലൂടെ ഐഫർ ശ്രമിക്കുന്നത്. ഇതൊന്നും ഞാൻ ജോയിൻ ചെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത്ര കണ്ട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ആപ്പ് ജസ്റ്റ് ഒരു ആപ്പ് മാത്രമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താണ്, ഇപ്പം നമ്മളതിനെ
പുഷ് ചെയ്യാന് ഇപ്പം മെന്റർ ഇല്ലെങ്കിൽ കൂടി അവിടെ എന്തുണ്ട്, ആപ്പ് ഉണ്ട്. ആപ്പിൽ എന്തുണ്ട്, ലീഡർ ബോർഡ് ഉണ്ട് അല്ലെ. ലീഡർ ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗിൽട്ട് അടിക്കും, അയ്യോ ഇവരൊക്കെ ഇവിടെ വരെ എത്തി അല്ലെ, ഞാൻ ഇനിയും പോവാനുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. പിന്നെ വരുന്നത് ഒരു ബാഡ്ജസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, മെഗാമോക്ക് സ്റ്റാർ. അതായത് നിങ്ങൾ 3 മെഗാമോക്ക് ടെസ്റ്റുകളിൽ വിന്നർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഗാമോക്ക് സ്റ്റാർ കിട്ടും. PYQ ക്രഷർ 60 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, 60 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു PYQ ക്രഷർ കിട്ടും. ഓക്കെ. ആൻഡ് പിന്നെ വരുന്ന സ്ട്രീക്സ് ആണ്. സ്ട്രീക്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഐഫർ ആപ്പിൽ 20 മിനിറ്റ്സ്, ഓക്കെ, 20 മിനിറ്റ്സ് നിങ്ങൾ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രീക്ക് കിട്ടും. ഇനി നിങ്ങൾ ഒരു ദിവസം 20 മിനിറ്റ്സ് യൂസ് ചെയ്തു, അപ്പം ഒരു സ്ട്രീക്ക് എന്ത് ചെയ്തു, ഇവിടെ കിട്ടി. ആൻഡ് അവിടെ നമുക്ക് എന്ത് ചെയ്തില്ല, പിറ്റേ ദിവസം നിങ്ങൾ 20 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അവിടെ എന്തുണ്ട്, അവിടെ ആ സ്ട്രീക്ക് കുറയുകയും ചെയ്യും. ഓക്കെ. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ എത്ര സ്ട്രീക്കാണ്, 6 സ്ട്രീക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു നെഗറ്റീവ് ഇതുണ്ട് ഇതില്. ഓക്കെ. നെഗറ്റീവ് മാർക്കിംഗ് NTL ഇല്ലെങ്കിലും നമ്മുടെ ആപ്പിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്താ, സ്ട്രീക്ക് കുറയുമല്ലോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും, എല്ലാ ദിവസവും നമ്മൾ ഒരു 20 മിനിറ്റ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ. ഇനി നമ്മൾ ഇത് ഒരു കുട്ടീന്റെ, അതായത് ഒരു ഐഫറൈറ്റിന്റെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിലുള്ള ഒരു കുട്ടീന്റെ ഒരു അവരുടെ ആപ്പ്, ഐ മീൻ അവരുടെ എന്താ പറയാ ആപ്പ് റിവ്യൂ അവരുടെ സെറ്റിംഗ്സിൽ കിട്ടുമല്ലോ, അതിന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, ആ കുട്ടി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഐഫർ ആപ്പിലാണ്. ഓക്കെ. ഒരാൾക്ക് ഇന്റൻഷൻ, അയാളുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ അയാളുടെ ഡ്രീം അത്രയും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അയാൾ അതിന്റെ മാക്സിമം, അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അയാൾ അതിന് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് എങ്ങനെ ചെയ്യണം എന്നുള്ളതടക്കം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതിനൊരു ടൈം ടേബിൾ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. 24 hours ഇമോ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒരു ഇമോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമ്മുടെ ആപ്പിലുണ്ട്. ChatGPT AI പോലെയുള്ള ഒരു സപ്പോർട്ടാണത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഇൻസ്റ്റന്റ്ലി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്യുക്ക് നോട്ട്സ് ഉണ്ട്. ക്യുക്ക് നോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് നെറ്റ് ഷുവർ ആണ്. ആൻഡ് JRFന് വേണ്ടി നമ്മൾ മാക്സിമം കൊടുക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. പിന്നെ സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട്, ഓരോ മാസവും നിങ്ങൾക്ക് ഗ്രോത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അതായത് ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ ഒക്കെ ഓരോരോ പ്രൊഫൈലുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ആ ഒരു പ്രൊഫൈലിൽ നോക്കിയിട്ട് ഗ്രോത്ത് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരോ ഗ്രോത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ എത്രത്തോളം ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, ആൻഡ് എത്രത്തോളം PYQs ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെന്റർക്ക് കാണാനായിട്ട് പറ്റും. മെന്റർ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളെ മെന്ററിങ് ചെയ്യേണ്ടത്, കോച്ചിങ് തരേണ്ടത്. അതായത് ഒരുപാട് ക്ലാസ്സസ് കാണുന്ന കുട്ടീനോട് പോയിട്ട് സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് പാടില്ല അല്ലെ, നിങ്ങൾ ഒട്ടും ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് പാടില്ല. അപ്പൊ എന്താണ്, നമ്മൾ അവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട് എന്നുള്ള സംഭവം കൊണ്ടുവന്നത്. ഗ്രോത്ത് റിപ്പോർട്ട് നോക്കിയിട്ടാണ് നിങ്ങൾ അതിനെ മെന്ററിങ് നടത്തുക. ആൻഡ് ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻസ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി ടെസ്റ്റുകൾ എന്ന് പറയുന്നത് CPYQs ആണ്, അതിന്റെ ഒക്കെ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. പിന്നെ ലൈവ് PYQ ഡിസ്കഷൻസ്. ഓക്കെ. ലൈവ് PYQ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ JRF ക്ലബുകളാണ് വരുന്നത്. ഓക്കെ. ആൻഡ് പിന്നെ ARF എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഒരു ഐഫറൈറ്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, നമ്മുടെ നെറ്റ് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള NTA നടത്തുന്ന നെറ്റ് എക്സാം ഒറിജിനൽ എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള എക്സാം ആണ് ARF എക്സാം എന്ന് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയും. ഞാനും അങ്ങനെ തന്നെയാണ് അതിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. ARF എക്സാമിന്റെ ഒരു റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് JRF ആണോ അതോ നെറ്റ് ആണോ എന്നുള്ളത്. ഓക്കെ. എനിക്കൊരു 6th റാങ്ക് ആണ് ഉണ്ടായിരുന്നത്. ARF എക്സാമിൽ ഞാൻ എഴുതിയ ARF എക്സാമിൽ ഒരു 6th റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 400+ അല്ലെങ്കിൽ 500+ സ്റ്റുഡൻസ്
ാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 6th റാങ്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്താണ് ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങും. നമുക്ക് ഈ പ്രാവശ്യം നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് ARF എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങൾ മാക്സിമം PYQs ചെയ്യണം എന്നുള്ളത് കുട്ടികളോട് പറയാറുണ്ട്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റ്, അതായത് അത് എന്താണ് PYQ ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ കണ്ടന്റ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ PYQ ബേസ്ഡ് JRF ക്ലബ് സെഷൻസ്. ഓക്കെ, JRF ക്ലബ് സെഷൻസിൽ PYQ ബേസ്ഡ് ആണ്. അതൊക്കെ ഞാൻ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ? ഈ ഒരു നമ്പറിലോട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു QR കോഡിലോട്ടാണ് നിങ്ങൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ എൻക്വയറി നമ്പറിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ആൻഡ് നിങ്ങളുടെ ഈ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ഒരു വാല്യുബിൾ ഫീഡ്ബാക്ക് അറിയിക്കൂ. ഓക്കെ, ഒന്ന് പറയൂ. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻസ് മാറിയോ? 55 ഡേയ്സ് കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് മാറിയോ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ഓക്കെ, നിങ്ങൾക്ക് കൺസേൺസ് വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് സിലബസും അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനും നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടുന്നതാണ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. കൺസിസ്റ്റൻസി കൂടെ ഇതിനാവശ്യമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഒരു ദിവസം പഠിച്ചുകൊണ്ടായില്ല, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. അതിനൊരു പുഷ് നമുക്ക് എക്സ്റ്റേണലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇനഫ് ടൈം ഉണ്ട്. നമ്മൾ ഇനി ലേറ്റ് ആവരുത്. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ കൺസേൺസ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ സെഷൻ? യൂസ്ഫുൾ ആയിരുന്നോ? സെഷൻ യൂസ്ഫുൾ ആയിരുന്നോ? ഓക്കെ, താങ്ക് യു സാൻ. സോറി, ഇഹാൻ. ഓക്കെ, ബാക്കി അപ്പൊ നമുക്ക് മേ ബി നമ്മുടെ കോഴ്സിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് അടുത്ത സെഷനിലോ അല്ലെങ്കിലൊക്കെ ആയിട്ട് കാണാനായിട്ട്. ഓക്കെ, ബൈ. ഓക്കെ.